ഇന്നത്തെ ടെഫ് ടോക്കിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ടെഫ് വിദ്യാർത്ഥിനികളും ടെഫ് ടീമും മറ്റൊരു പ്രചോദനം നിറഞ്ഞ സെഷനിലേക്ക് വേണ്ടി തയ്യാറായി കാണുമല്ലോ. ഇന്നത്തെ പ്രഗത്ഭ വനിതയെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഞാൻ അപർണ ML, അപർണ മോഹനചന്ദ്രൻ ലളിതാംബിക. ടെഫ് അഥവാ എംപവർ ഫൗണ്ടേഷന്റെ സ്പോൺസറായി 5 വർഷത്തിലധികമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനവുമുണ്ട്. നമ്മുടെ പ്രിയങ്കരികളായ ടെഫ് ട്രയോ, നമ്മുടെ സ്വന്തം നമുക്ക് പ്രചോദനം നൽകുന്ന ടെഫ് ട്രയോ, ശ്രീമതി ഗീത സേതുമാധവൻ, ശ്രീമതി ദീത നായർ, ഡോക്ടർ രഞ്ജിനി പിള്ള, ഇവരുടെ ദർശന സാഫല്യമാണ് ദ എംപവർ ഫൗണ്ടേഷൻ അഥവാ ടെഫ്. ടെഫിന്റെ ആത്മാവാകട്ടെ ടെഫിലെ ആവേശഭരിതരും, ടെഫിന്റെ ലക്ഷ്യങ്ങൾ ആവേശഭരിതരും, ടെഫിന്റെ ഉദാര മനസ്കരുമായ സ്പോൺസേഴ്സ് ആണ്. നമ്മുടെ ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് യുവ വിദ്യാർത്ഥിനികൾക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്ന ഒരു വലിയ ശക്തിയായി പ്രവർത്തിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥിനികളാകട്ടെ ടെഫിന്റെ അമൂല്യ സമ്പത്താണ്. ടെഫ് അഥവാ ദ എംപവർ ഫൗണ്ടേഷൻ നിലനിൽക്കാൻ ഉള്ള യഥാർത്ഥ കാരണം ഈ വിദ്യാർത്ഥിനികൾ തന്നെയാണ്. ഇനി ഈ ടെഫ് ടോക്ക് സീരീസ് എന്ന് പറഞ്ഞ ഈ സീരീസ് വളരെയധികം ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങളാൽ തുടങ്ങിയ ഒരു പരമ്പരയാണ്. നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണാൻ സാധിക്കുക, അറിയാൻ സാധിക്കുക, പിന്നെ ഈ യുവ വിദ്യാർത്ഥിനികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം നൽകുക, ക്രിട്ടിക്കൽ തിങ്കിങ് അതായത് വിമർശനകരമായി ചിന്തിക്കാൻ ഉള്ള വഴിയൊരുക്കുക, ഇങ്ങനത്തെ നല്ല നല്ല ലക്ഷ്യങ്ങളായിട്ടാണ് ഈ ടെഫ് സീരീസ് തുടങ്ങിയിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഒത്തിരി അധികം ഷിയർ ഹാർഡ് വർക്കും കൂടെ ഉന്നതികളിൽ എത്തിയ പ്രഗത്ഭ വനിതകളെയാണ് നമ്മൾ ഈ സീരീസിൽ പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിക്കും എന്ന് മാത്രമല്ല, വ്യത്യസ്തമായ സന്തുഷ്ടവും വിജയകരവുമായ കരിയേഴ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ജീവിത രീതികൾ അനുഭവിക്കാനും അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവാനും ഉള്ള ഒരു വഴി കൂടെയാണ് ഈ ടെഫ് സീരീസ്. ഈ ടെഫ് സീരീസ് വഴി നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക് വലിയ വലിയ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പ്രചോദനം നൽകുകയാണ്. ഇന്നത്തെ വ്യക്തി നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ നമ്മുടെ പ്രഗത്ഭ വനിത എല്ലാ സൊസൈറ്റൽ കൺവെൻഷണൽ നോംസും അതികടന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു പ്രഗത്ഭ വനിതയാണ് മിസ്സസ് സീമ വാര്യർ, ദ മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചറർ. സീമ, ടെഫ് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. സീമയുടെ തറവാട് തൃശ്ശൂരാണ്. സീമ ഇപ്പോൾ ഭർത്താവുമൊത്ത് സെറ്റിൽഡ് ആയിരിക്കുന്നത് കോഴിക്കോടാണ്. സീമയുടെ പ്രൊഫഷൻ ഒരു സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേറ്റർ ആണ്. സീമ കൊച്ചിലെ ജനിച്ചു വളർന്നത് ഹൈദരാബാദിലാണ്. ഒരു ചെറിയ കുടുംബം, അച്ഛൻ, അമ്മ, ചേച്ചി. ഈ കുടുംബം സീമയുടെ കുഞ്ഞിലെ തന്നെ യാത്രകൾ ചെയ്യാൻ വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ആ യാത്രകൾ തന്നെയാണ് ഇപ്പോഴും സീമ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീമയ്ക്ക് ഒരു മകനുണ്ട്, വിശാല് ബേസ് ഗിറ്റാറിസ്റ്റ് ആണ് ബാംഗ്ലൂരില്. ഭർത്താവ് സുധീർ സൂലപാണി IT രംഗത്ത് പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിലെ കാട്ടി ഇപ്പൊ സീമ ഇന്ത്യ മാത്രമല്ല, ആക്ച്വലി ഞാൻ അമേരിക്കയിലും എന്റെ ഫ്രണ്ട് ഓസ്ട്രേലിയയിലും ഒക്കെ പറയായിരുന്നു സീമയെ ലോകം മുഴുവൻ അറിയാം. മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചറർ എന്ന രീതിയിലാണ് സീമയെ നമുക്ക് ലോകം മുഴുവൻ അറിയാവുന്നത്. അപ്പൊ ഞാനും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്റെ കഥ വളരെ സാധാരണമായ കഥയാണ്. ഒത്തിരി ജ്യേഷ്ഠന്മാരും സ്വന്തം ജ്യേഷ്ഠനും ഉള്ള ഒരു വലിയ കുടുംബത്തിലെ കുഞ്ഞനിയത്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞനിയത്തി ജ്യേഷ്ഠന്മാരുടെ പ്രചോദനത്തിൽ കൂടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുക എന്നത് വളരെ സുലഭമായ ഒരു കഥയാണ്. പക്ഷെ സീമയുടെ കഥ അങ്ങനെയല്ല. സീമയുടെ കഥ വളരെ ഇൻസ്പയറിംഗ് ഒരു കഥയാണ്. കാരണം സീമയുടെ ജ്യേഷ്ഠന്മാരോ ഭർത്താവോ മോട്ടോർ സൈക്കിൾ ഓടിക്കാറില്ല. 49-ാം വയസ്സിലാണ് സീമ തീരുമാനിക്കുന്നത് ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കും, ദീർഘ സവാരികൾ ചെയ്യും. അങ്ങനെ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ ആണ് സീമയ്ക്ക് മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചറർ എന്നുള്ള നിലയിലേക്ക്. സീമ, അതിനെ പറ്റി ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ? അതെ, ഇപ്പൊ അപർണ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 49th ഇയറിലാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് ആഗ്രഹം കുറെ കാലമായിട്ടുണ്ടായിരുന്നു. ഒരു 10 കൊല്ലത്തോളം അധികം എനിക്ക്
ഒരു 10 years മുമ്പ് തന്നെ ഒരു ആഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എവിടെ വണ്ടി കണ്ടാലും അതൊന്ന് നിർത്തി, ബൈക്ക് കണ്ടാട്ടോ, ബൈക്ക് കണ്ടാൽ അതൊന്ന് നിർത്തി അതിന്റെ മുകളിൽ കയറി ഒരു ഫോട്ടോ എടുക്കുക, ഒരു സെൽഫി എടുക്കുക, ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ തുടങ്ങിയത്. പിന്നെ ഒരു ഘട്ടത്തിൽ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ മണിക്കൂർ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വേണ്ടതെന്ന് അറിയാണ്ടേ ഇരിക്കുന്ന സമയത്ത് ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ തീരുമാനിച്ചു. ദിസ് ഇസ് ഐ തിങ്ക് കോവിഡിന്റെ ഒക്കെ മുമ്പ്, ഇതൊക്കെ കോവിഡിന് കുറെ മുമ്പത്തെ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് പഠിച്ചു. പക്ഷെ അവര് കാര്യമായിട്ട് പഠിപ്പിച്ചൊന്നുമില്ല. അതൊരു 3 ദിവസത്തിന് തുടങ്ങി അതങ്ങ് നിർത്തി വെക്കുകയും ചെയ്തു. അത് നടന്നില്ല, സംഭവം കാര്യമായിട്ടൊന്നും നടന്നില്ല. അപ്പൊ പിന്നെ അത് വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡ് ഒക്കെ വന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു തോന്നല്, ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വേഗം വേഗം, ബിക്കോസ് ആൾക്കാർ ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ മരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് കാണുമ്പോൾ നമുക്കൊരു ഇത്, അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തീർക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ എത്തി. അങ്ങനെയാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് നമുക്കൊരു ബൈക്ക് വാങ്ങിയാലോ, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആണ് ബൈക്ക് വാങ്ങാനുള്ളൊരു തീരുമാനത്തിൽ എത്തിയത്. ബൈക്ക് ഓൺ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ഭയങ്കര അത്ര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലാണ് ഇത് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചു, എങ്ങനെയാണ് ഏതാ വാങ്ങണ്ടേ എന്നൊക്കെ അന്വേഷിച്ചു തുടങ്ങിയപ്പോ ആണ് എല്ലാവരും, കസിൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും കളിയൊക്കെയാണ്. നിനക്ക് ഐ വാസ് 49, ഐ വാസ് അബൌട്ട് ടു ബി 49. അപ്പൊ ഈ 49 ഇയേഴ്സിലാണോ നിനക്ക് ഇനി ഇങ്ങനത്തെ അങ്ങനെ കസിൻസ് ഒക്കെ എന്നെ കുറെ കളിയാക്കിയിട്ടുണ്ട്. ഈ 49ാമത്തെ വയസ്സിലാണോ നിനക്ക് ബൈക്ക് ഓടിക്കാൻ തോന്നുന്നത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഹെവി ആണ്, പറ്റില്ല എന്നൊക്കെ ഉള്ള ഫീഡ്ബാക്ക് ആണ് കുറെ കിട്ടിയത്. അപ്പൊ അങ്ങനെ, ആൻഡ് ഇറ്റ് ഇസ് എക്സ്പെൻസീവ്. ഐ മീൻ ഇറ്റ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. അപ്പോ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയി പോകും. അതിവിടെ പിന്നെ ഭയങ്കര ഇൻ ജനറൽ ഓൾസോ ആസ് എ ഹോബി എടുത്താലും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. അപ്പോ പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് വേണ്ട, നമുക്ക് വിടാം, സാരില്ല, നമുക്ക് ഇനി ചെയ്യണ്ടെന്ന് വെച്ചു. അപ്പൊ അങ്ങനെ കുറച്ചൊരു ഏകദേശം ഒരു മാസം ഞാൻ അങ്ങോട്ട് ബാക്ക് ബേണറിൽ വെച്ചു, ഇല്ല എന്ന് വിചാരിച്ചു അങ്ങോട്ട് വെച്ചു. പക്ഷെ പിന്നെ ഞാൻ എവിടെയോ യാത്ര, എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് മേഘാലയ പോയി വന്നാ തോന്നുന്നുണ്ട്, ഒരു ഗ്രൂപ്പിന്റെ കൂടെ മേഘാലയ പോയി വന്നു. അപ്പൊ അങ്ങനെ പോയി വന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, അതല്ല, ഒരു ആഗ്രഹം അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വാങ്ങാം, പിന്നെ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല, യൂസ് ചെയ്തില്ലെങ്കിലോ അത് നമുക്ക് പിന്നെ നോക്കാം, ആദ്യം വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ ബർത്ത്ഡേ ജൂൺ 8th ആണ്. അപ്പൊ ജൂൺ 5th ഞാൻ പംകിൻ എന്നാ വിളിക്കുക, എന്റെ ബൈക്കിന് ഞാൻ പേര് വെച്ചിട്ടുണ്ട് പംകിന്. അപ്പൊ അങ്ങനെയാണ് പംകിൻ വീട്ടിലേക്ക് വന്നത്. അപ്പൊ വരുമ്പോഴും ഭയങ്കര ഇതായിരുന്നു, ബിക്കോസ് എനിക്ക് ഒരു ഓടിക്കാൻ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് വെച്ചാൽ ഈ വാങ്ങണേന്റെ കുറച്ചു ദിവസം മുമ്പ് എന്റെ ഒരു കസിന്റെ എൻഫീൽഡ് എടുത്ത് ഒരു അരമണിക്കൂർ ഓടിച്ചു എന്നല്ലാണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ ഓടിക്കാൻ അറിയില്ല. അപ്പൊ വാങ്ങിക്കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് എത്തിക്കണ്ടേ, ഇറ്റ്സ് അറൌണ്ട് 17 kilometers, അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പൊ ഞാൻ സുധീറിനോട് പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും പറയാം ഇങ്ങോട്ട് എത്തിക്കാൻ. അപ്പൊ സുധീർ അതൊന്നല്ല, നമ്മൾ തന്നെ അതിൽ പറഞ്ഞു. ആൻഡ് സുധീർ ഇസ് എ പില്യൻ, സുധീർ ഒരിക്കലും ഓടിക്കില്ല, സുധീർ എപ്പോഴും പില്യനാണ്. അപ്പൊ സുധീർ പറഞ്ഞു, ഇല്ല നമുക്ക് തന്നെ വണ്ടി ഓടിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ചിട്ടാണ് അവിടുന്ന് ഇറക്കി കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിച്ചത്. സോ ദാറ്റ് ഈസ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ആയത്. അങ്ങനെയാണ് ഈ സംഭവം സ്റ്റാർട്ട് ആയത്. ആസ് യു സെഡ് 49th ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ CRF, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ബൈക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് CRF. ആക്ച്വലി അതിലത്തെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇത് കണ്ടിട്ടാണ് എനിക്ക് എന്താ പറയാ തോന്നി തുടങ്ങിയത്. അവളുടെ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് തോന്നി തുടങ്ങിയത്. അപ്പൊ അങ്ങനെ CRF ജോയിൻ ചെയ്തപ്പോഴാണ് അവിടെ പോയി കാണുമ്പോൾ എല്ലാവരും കുഞ്ഞു കുട്ടികൾ ഇൻ ദ സെൻസ് എന്റെ മോന്റെ ഏജ് ആണ് മിക്കവാറും എല്ലാവരും, മിക്കവാറും 99% either my son's age or less than my son's age ആണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ടൈം അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, അയ്യോ ഇവർക്കൊക്കെ എത്ര സമയമുണ്ട്. മീൻ they have 20 years more to ride. എനിക്ക് അത്രയും സമയം ഇല്ല എന്ന് തോന്നി തുടങ്ങി. ദാറ്റ് ഈസ് വെൻ ഐ റിയലൈസ് ദാറ്റ് എനിക്ക് വേഗം ചെയ്യണം. സോ അതാണ് ഈ വിതിൻ 3 years ഞാൻ ഏകദേശം ഒരു 60,000 kilometers ഓടിച്ച്, ഏകദേശം ഇന്ത്യയിലത്തെ 3 states ഒഴികെ ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒഴികെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് സിക്കിം മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി അരുണാചൽ പ്രദേശും ബാക്കിയൊക്കെ ബാക്കിയുണ്ട്.
പക്ഷെ ബാക്കിയുള്ള ഒരുവിധം സ്റ്റേറ്റ്സ് ഫിനിഷ് ചെയ്യാൻ റീസൺ അതാണ്, ഇസ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഫിനിഷ് ഓഫ് ലഡാക്ക്. ഫസ്റ്റ് വാസ് ലഡാക്ക്, സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ്. അങ്ങനെ ഓരോന്ന് അങ്ങനെയാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് ദ ഹോൾ തിങ്. ശരി. സീമ ഇപ്പൊ ലഡാക്കിനെ പറ്റി പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ആ ട്രിപ്പിലാണ് ഒരു ഏകദേശം 7000 കിലോമീറ്റർ കവർ ചെയ്തു. പക്ഷെ സോളോ റൈഡും ആയിരുന്നു അല്ലേ? ഒറ്റയ്ക്ക് 7000 കിലോമീറ്റർ ഇന്ത്യയിൽ ഒരു വനിത സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മോട്ടോർ സൈക്കിൾ ഒത്തിരി ഓടിക്കുമെങ്കിൽ പോലും എനിക്ക് തന്നെ അതൊരു വലിയൊരു അമേസിങ് അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ആ ട്രിപ്പിനെ പറ്റി ഒന്ന് പറയോ? എങ്ങനെയായിരുന്നു? എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു, ഒരു ഗ്രൂപ്പിന്റെ കൂടെ അല്ലാതെ? അത് സത്യം പറഞ്ഞാൽ എന്താണ്ടായെന്ന് വെച്ചാൽ, ലഡാക്കിലേക്ക് ഞാൻ പോയ സമയത്ത് ഇന്ത്യയിൽ ഫുൾ മഴയായിരുന്നു. ഫുൾ ത്രൂ ഔട്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് 2024 ഐ തിങ്ക്. അപ്പൊ ഫുൾ ഇന്ത്യയിൽ മഴയായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞാൻ ബേസിക്കലി റൈഡിങ് ഗ്രൂപ്പിന്റെ കൂടെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് അവര് ആ ഇയറിൽ പോണില്ല, നെക്സ്റ്റ് ഇയർക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇയറിൽ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലത്തെ ഒരു കുട്ടി സോളോ പ്ലസ് 2-3 പേര് ആസ് മീഡിയ ടീമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ പക്ഷെ എനിക്ക് ആ സമയം, ഞാൻ പറഞ്ഞു എനിക്ക് ടൈം ഇല്ലാന്ന് തോന്നിയോണ്ട് എനിക്ക് അപ്പൊ തന്നെ ഫിനിഷ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രിപ്പറേഷനും ഇല്ല കേട്ടോ. ദർ വാസ് ഹാർഡ്ലി എനി പ്രിപ്പറേഷൻ ഫോർ ദാറ്റ് റൈഡ്. ഐ ജസ്റ്റ് മനസ്സിൽ അങ്ങനെ തീരുമാനിച്ചു, റോഡ് അങ്ങനെ തീരുമാനിച്ചു, ആൻഡ് ഐ ജസ്റ്റ് സെറ്റ് ഔട്ട്. എന്റെ അടുത്ത് അന്നൊന്നും പാനിയേഴ്സ് ഇല്ല, ടോപ്പ് ബോക്സ് ഇല്ല. ഐ ജസ്റ്റ് ഹാഡ് എ റക്സാക്ക് ആൻഡ് അതിന് മുകളിൽ ഒരു കവറും. അങ്ങനെ അങ്ങനെ ടോട്ടലി അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ബട്ട് ആസ് ഐ സെഡ്, ഫുൾ മഴയായിരുന്നു. ഞാൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ആക്ച്വലി ഇവിടുന്ന് താമരശ്ശേരി, ദിസ് ഇസ് അറൌണ്ട് ഐ ഡോ നോ 20 കിലോമീറ്റേഴ്സ് അപ്പുറം, അവിടെ ഒരു പുഴയുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആ പുഴയിൽ മുഴുവൻ വെള്ളം ഒഴുകുകയാണ് കേട്ടോ, സീമ പോണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ എവിടെയാണോ എനിക്ക് പ്രോബ്ലം വന്നാൽ അവിടുന്ന് തിരിച്ചു വരും. പക്ഷെ എത്രയാ പറ്റിച്ചാ പോട്ടെ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് 20 കിലോമീറ്റേഴ്സ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഐ വോണ്ട് ടു സ്റ്റാർട്ട് ദാറ്റ് റൈഡ്. അങ്ങനെ ഈ 20 കിലോമീറ്ററിന് ആലോചിച്ച് പോയ ആളാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷെ ഈ സാധനം ദർസ് വൺ തിങ്, ടോട്ടലി സോളോ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡൽഹി വരെ ഐ വാസ് സോളോ. ഡൽഹിന്ന് ഐ ജോയിൻ 2 more people, ടു ഫ്രണ്ട്സ്. ഹൈദരാബാദിൽ നിന്ന് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ ഡൽഹിന്ന്. അപ്പൊ കുറച്ച് ദൂരം, ഡൽഹിന്ന് ഒരു 2 or 3 ഡെസ്റ്റിനേഷൻസ് അവർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ somehow I was not comfortable with them, they were not comfortable with me, because അവര് കുഞ്ഞു കുട്ടികളാണ്. അവര് they must be around 24-25 ആയിട്ടുള്ള കുട്ടികളാണ്. സോ അവർക്ക് ഓഫ് റോഡ് ഒന്നും പേടിയില്ല. അവരുടെ വണ്ടി ഹിമാലയൻ ആണ്. അപ്പൊ അവർക്കൊക്കെ ഒരു പേടിയില്ലാണ്ട് അവര് പോണതാണ്. എനിക്കാണെങ്കിൽ ഓഫ് റോഡ് കണ്ടാൽ പേടി, ഇപ്പോഴും പേടിയാണ്, അന്നും പേടിയായിരുന്നു. അപ്പൊ ഓഫ് റോഡ് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു, ദാറ്റ് അവരും ഞാനും കൂടി മാച്ച് ആവാത്തൊരു ഇഷ്യൂ വന്നു. ഞങ്ങളുടെ ഒരു മെന്റൽ ഇമോഷണൽ സ്റ്റേറ്റ് ഒന്നും മാച്ച് ആവാത്തൊരു സ്റ്റേറ്റ് വന്നപ്പോ, ഉദ്ധംപൂർ, ദാറ്റ് ഇസ് ഇൻ ജമ്മു ക്രോസ് ചെയ്തു. ജമ്മുവിന്റെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, യു ആർ എൻറ്ററിങ് ജമ്മു എന്ന് പറഞ്ഞു. സോ ഐ വാസ് സോ ഹാപ്പി ടു സീ ദാറ്റ്. അവിടെ എത്തി, അത് ക്രോസ് ചെയ്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോ ഉദ്ധംപൂരിൽ നോക്കുമ്പോൾ ഇനിയും ലാൻഡ് സ്ലൈഡ്സ് ആണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ അവർ പറഞ്ഞു അതിനപ്പുറം ഫുൾ ലാൻഡ് സ്ലൈഡ്സ് ആണ്. സോ അങ്ങനെ വന്നപ്പോ ഐ സെഡ് ഞാൻ ഇനി തിരിച്ചു പോകണം. ബിക്കോസ് എനിക്കും അറിയാം അവർക്കും സ്ട്രെസ് ആവും, എനിക്കും സ്ട്രെസ് ആവും. ഇറ്റ്സ് നോട്ട് വർത്ത് ദാറ്റ് എഫേർട്ട് എന്ന് എനിക്ക് തോന്നി. സോ ഫ്രം ദെയർ ഐ കെയിം ബാക്ക് ഹാപ്പിലി. ഇനീഷ്യലി എനിക്ക് കുറച്ചൊരു സ്ട്രെസ്, വിഷമം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ലഡാക്ക് വാസ് അറൌണ്ട് 500-600 കിലോമീറ്റേഴ്സ് ഫ്രം ദെയർ. അപ്പൊ ഇത്രയും ദൂരം ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഇതും കൂടി ട്രാവൽ ചെയ്ത് അവിടെ എത്തിയേനെ എന്നുള്ളത് ചെയ്യായിരുന്നു. പക്ഷെ അവിടുന്ന് മെന്റലി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് എന്ന് തീരുമാനമായി കഴിഞ്ഞപ്പോ ഐ വാസ് വെരി ഹാപ്പി ടു റിട്ടേൺ ബാക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ റിട്ടേൺ ചെയ്തു. ആൻഡ് ഓൾസോ ഐ ഡിഡ് വൺ മോർ തിങ്. ഉദ്ധംപൂരിന് ഐ കോൾഡ് അപ്പ് മൈ മെന്റർ, ഈ ഞങ്ങളുടെ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ CRFന്റെ മെന്ററിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഫൈസ് ആണ് പേര്. ഞാൻ പറഞ്ഞു, ഫൈ, എനിക്ക് ഇന്ന് അപ്പുറം പോകാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടാ പറഞ്ഞേ ഫൈനോട്. അപ്പൊ ഫൈസ് പറഞ്ഞു, ആ സാറിലെ ചേച്ചി, ഞാൻ ചേച്ചീനെ അടുത്ത കൊല്ലം കൊണ്ടുപോകാൻ, ചേച്ചി സേഫ് ആയിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങനെ that is the reason why I came back from this thing. But that journey itself was very, very, എന്താ പറയാ, ലേണിംഗ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ഹാപ്പി ജേർണി. ബിക്കോസ് എനിക്ക് ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം വീണു, എനിക്ക് 2 ഓപ്പറേഷൻ സർജറി കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പൊ ചെറിയൊരു പേടിയുണ്ട്, അന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇറ്റ് വാസ് എ വെരി കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ടോക്കിംഗ് ടു all the people I could talk to on the road, meeting all the people I could
മീറ്റ് ഓൺ ദ റോഡ്. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ജേർണി ആയിരുന്നു. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി ഫോർ മീ. അത് നല്ലൊരു ജേർണി ആയിരുന്നു അത്. Wonderful. നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും ചിലപ്പോൾ ഓഫ് റോഡ് എന്താന്ന് അറിയില്ലായിരിക്കും. അത് കാരണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് നമ്മൾ റെഗുലർ റോഡ്സിലാണ്. പക്ഷേ മോട്ടോർ സൈക്കിൾ ഓടിക്കാത്തവർക്ക് ഇത് അറിയില്ല. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പം കുറച്ച് ഇപ്പൊ റോഡിൽ തന്നെ ടാറിട്ട റോഡിൽ തന്നെ ഇവിടെയൊക്കെ സ്പീഡ് ബ്രേക്കേഴ്സ് വരും, ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. അപ്പൊ അത് വരുമ്പോൾ തന്നെ മോട്ടോർ സൈക്കിൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും റെയിൽ റോഡ് ട്രാക്സ് വരുമ്പം അതിലേക്ക് നമ്മൾ വീഴാനായിട്ട് ചാൻസ് വളരെ ഹൈ ആണ്. സോ വി ഹാവ് ടു ബി റിയലി കെയർഫുൾ. ഈ സ്പീഡ് ബംപ്സിലും ഇങ്ങനെ കട്ട് ചെയ്യുന്ന റോഡ്സിലും ഒക്കെ പോകുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓഫ് റോഡ്, അതായത് മലയും കുണ്ടും കുഴിയും നമ്മുടെ ATVയും UTVയും ഒക്കെ പോകുന്ന പോലത്തെ വഴികളാണ്. അപ്പം ഈ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഡേർട്ട് ബൈക്കേഴ്സിന് വളരെ എളുപ്പമാണ്. അതേസമയം ഈ പംകിൻ പോലത്തെ അല്ലെങ്കിൽ എന്റെ ഹോണ്ട 600 900 ആണ്, അപ്പൊ അതുപോലത്തെ വണ്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ പോകാൻ. ബിക്കോസ് മോർ ഓഫ് അതെല്ലാം ക്രൂയിസേഴ്സ് ആണ്. അതായത് ക്രൂയിസേഴ്സ് എന്ന് പറയുമ്പം ക്രൂയിസേഴ്സും റോഡ്സ്റ്റേഴ്സും ഒക്കെ ആണെങ്കിൽ റെഗുലർ റോഡ്സിന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടികളാണ്. ഡേർട്ട് ബൈക്സ് ആണ് കൂടുതൽ ഓഫ് റോഡ് പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ പിള്ളേരാകുമ്പോഴത്തേക്ക് ആ ഒരു യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പും യുവത്വത്തിന്റെ ഒരു ആവേശവും കാരണം എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് പോകാൻ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞൊരു മെന്റാലിറ്റിയിൽ പോവും അല്ലെ. അതെ, അതായത് ദാറ്റ് ഇപ്പൊ വെൻ ഐ വെന്റ് ടു ലഡാക്ക്, ഞാൻ ലഡാക്ക് പോയിപ്പോ ഇറ്റ് വാസ് ഓഫ് റോഡ് ഒക്കെ കുറെ ക്ലിയർ ആയിട്ടുണ്ട്. ഐ മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഇറ്റ് വാസ് വെരി ബാഡ്. ഭയങ്കര മോശമായിരുന്നു. സോ ഇറ്റ് വാസ് വെരി സ്കേറി ഫോർ മീ. ഭയങ്കര പേടിയായിരുന്നു ആ സമയം. എനിക്ക് ഓഫ് റോഡ് ഇപ്പോഴും പേടിയായിരുന്നു ഇപ്പോഴും. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നു ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ, സീമ പറഞ്ഞു ഇന്ത്യ മൊത്തം മഴയായിരുന്നു ആ സമയത്തുനിന്ന്. അപ്പൊ നമ്മൾ സാധാരണ ഒരു യമഹ RX 100 ഓടിക്കുന്ന പോലെ അല്ല പംകിൻ 300ഓ ലാർജർ ബൈക്സോ ഓടിക്കുന്നത്. ബിക്കോസ് മഴയത്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ അന്ന് ഞങ്ങളുടെ വണ്ടി ഒരു കവസാക്കി വൾക്കനായിരുന്നു. അത് ഓടിച്ച് റെഗുലർ റോഡില്, ഓഫ് റോഡ് ഒന്നും അല്ല, നല്ല ഹൈവേ, US ഹൈവേയില് പോകുന്ന സമയത്ത് മഴ വരുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കിട്ടത്തില്ല മോട്ടോർ സൈക്കിളിൽ. അപ്പൊ അത് കാരണം ഹൈഡ്രോപ്ലെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ വെള്ളം ഒരു ലെയർ ആയിട്ട് നമ്മുടെ മോട്ടോർ ബൈക്കിന്റെ താഴെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് നേരെ സ്ലൈഡ് ഓഫ് ചെയ്യും. അപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് ഈ എന്താ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഒരു ഇങ്ങനെ അങ്ങ് സ്ലൈഡ് ചെയ്ത് നമ്മുടെ ബാലൻസ് ഫുള്ളി പോയി വന്ന് വീഴും. അപ്പൊ ഞങ്ങള് ആദ്യം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് US നല്ല ഹൈവേയില് വളരെ നല്ല റോഡില് മഴയത്ത് ഹൈഡ്രോപ്ലെയിൻ ചെയ്ത് ഓൾമോസ്റ്റ് വീണു. എങ്ങനെയോ ബാലൻസ് കിട്ടിയതാണ്. സോ നോട്ട് ഓൺലി ഓഫ് റോഡ്, ഈ ഭയങ്കര മഴയത്ത് ഒറ്റയ്ക്ക് ലഡാക്ക് വരെ പോവാന്ന് വെച്ചാൽ അമേസിങ് സീമ. കുഡോസ് ടു യു. ദാറ്റ്സ് റിയലി റിയലി awesome. വണ്ടർഫുൾ. സീമ പിന്നെ ഇപ്പോ വന്നത് ഗുജറാത്തിലെ ഒരു റൈഡ് കഴിഞ്ഞ്, അതും സോളോ റൈഡാണ്. ഇപ്പൊ 2 ദിവസമേ ആയുള്ളൂ. 16-17 ദിവസം ഒറ്റയ്ക്ക് ഒരു സോളോ റൈഡ് കഴിഞ്ഞ് 3 ദിവസം മുമ്പ് സീമ എത്തിയിട്ടേ ഉള്ളൂ. ആ റൈഡിനെ പറ്റി പറയോ? കാരണം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, സീമ ഇത്രയും തവണ ഓടിച്ചെങ്കിലും ഈ റൈഡിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സീമയ്ക്ക്. അപ്പൊ അത് എന്തൊക്കെയായിരുന്നു, എന്താണ് എക്സ്പീരിയൻസ്, എങ്ങനെ തരണം ചെയ്തു? എസ്പെഷ്യലി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഓടിക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക് ഇതെല്ലാം കേൾക്കാൻ വളരെ ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ഗുജറാത്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ ഒരു റീസൺ ഉണ്ടായത്, there was a ഇന്ത്യ ബൈക്ക് വീക്ക് ഉണ്ടായിരുന്നു ഗോവയിൽ. ദാറ്റ് വാസ് സ്കെഡ്യൂൾഡ് ഓൺ 18 ഡിസംബറിനാണ് സ്കെഡ്യൂൾ ചെയ്തത്. പക്ഷെ അതെന്താ ഗോവയില് ഇലക്ഷൻ കാരണം അത് നീട്ടി വെച്ചു. ദേ ചേഞ്ച് ദ വെന്യൂ, ദേ ചേഞ്ച് ടു പഞ്ച്ഗണി. അപ്പൊ എന്റെ ഇതെന്തായിരുന്നു വെച്ചാൽ, ഗോവ പോയി കഴിഞ്ഞാൽ ഐ വോണ്ടഡ് ടു ഗോ ടു ഗുജറാത്ത്, ബിക്കോസ് ഗുജറാത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ്. ആൻഡ് റാൻ ഓഫ് കച്ച് ഇസ് സംതിങ് ദാറ്റ് റിയലി, അത് എന്റെ മനസ്സിൽ ഒരു 2 കൊല്ലമായിട്ട് എന്റെ മനസ്സിന്റെ പിന്നിലുണ്ട്. അവിടെ എത്തണം എത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് കാരണമാണ് ഗുജറാത്ത് പ്ലാൻ ആയത്. പക്ഷെ ഈ IBW ക്യാൻസൽ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും പോവാം, ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്തായാലും അതിന് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗുജറാത്തിലേക്ക് പ്ലാൻ ചെയ്ത്. സോ ഐറ്റിനറി വാസ് പ്രിറ്റി ഈസി, ബിക്കോസ് എനിക്കൊരു മാപ്പ് കിട്ടി. ഇപ്പൊ ഗൂഗിളെല്ലാം ഇപ്പൊ എവറിത്തിങ് ഇസ് സിമ്പിൾ. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളൊരു 20 years മുമ്പേയും കുറെ ബൈക്കേഴ്സ് ഉണ്ട് ഹു ഹാവ് ഗോൺ ലോങ് ലെങ്സ്. അവർക്ക് ഗൂഗിൾ ഇല്ല, അവർക്ക് ഇത്രയും ഹൈവേസ് ഇല്ല, ഹൈവേന്റെ മുകളിൽ ബോർഡ്സ് ഇല്ല. നൗ ഇറ്റ്സ് സോ ഈസി. സത്യം പറഞ്ഞാൽ ഇപ്പൊ ട്രാവൽ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് വെരി ഈസി. അപ്പോ ഒരു ക്വിക്ക് ഒരു മാപ്പ് എടുത്തു, എന്താ പറയാ, ഗൂഗിളിൽ ഒരു ഗുജറാത്തിന്റെ മാപ്പ് എടുത്ത് വിത്ത് ദ ലൊക്കേഷൻ, ഏതൊക്കെയാണ് ലൊക്കേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ ടു മാപ്പ് ഔട്ട് ഏതാന്നുള്ളത്.
And then it was because ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് ഗോവ, ബോംബെ വരെ ഞാൻ പോയിട്ടുണ്ട്, മുംബൈ വരെ ഞാൻ ഓൾറെഡി ബീൻ ടു ഇത്. ദാറ്റ് വാസ് ആക്ച്വലി വൺ ഓഫ് എ ലോങ്, ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് പില്ലിയനായിട്ട് പോയിട്ട് എന്റെ ഒരു ഫസ്റ്റ് റൈഡ് അതായിരുന്നു, ലോങ് റൈഡ് വാസ് ടു മുംബൈ. അപ്പൊ വാങ്ങി ഒരു 6 months ഉള്ളൂ, ദാറ്റ് ഡിസംബർ, ഞാൻ ജൂണിൽ വാങ്ങിയപ്പോൾ ഡിസംബറിലാണ് ഞങ്ങൾ ഫസ്റ്റ് ആ റൈഡ് ചെയ്തത്. സോ ഗുജറാത്ത് വാസ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു, ഭയങ്കര വേണം എന്ന് വിചാരിച്ച് പോണം കാണണം എന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു റാൻ ഓഫ് കച്ച് എസ്പെഷ്യലി. അങ്ങനെ റാൻ ഓഫ് കച്ച് നോക്കി നോക്കി വരുമ്പോ അപ്പൊ ഉണ്ട് അവിടെ ദ്വാരക, അപ്പൊ ഉണ്ട് അവിടെ സോംനാഥ്, അപ്പൊ അങ്ങനെ അങ്ങനെ ഐ വാസ് സോ ഹാപ്പി. ഫോർ മീ, ഐ ഓൾവേസ് ഫീൽ ഐ എം ബ്ലെസ്ഡ്. എനിക്ക് എന്നെ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിളിക്കും, അതിപ്പോ ഈ ദ്വാരക സോംനാഥ് പോലത്തെ സ്ഥലങ്ങളായാലും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിളിക്കും, എന്നെ സ്ഥലങ്ങൾ വിളിക്കും. അതേപോലെ വെൻ ഞാൻ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് വന്നപ്പോ അങ്ങനത്തെ എല്ലാം സെറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് as I said, solo rides are not difficult. First I'll talk about that and then I'll talk about difficulties ഞാൻ ഫേസ് ചെയ്ത്. എനിക്ക് പെർ സേ ഞാനിപ്പോ ഐ പ്രിഫർ സോളോ റൈഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രിഫറൻസ് സോളോ റൈഡ് ആണ്, ബിക്കോസ് ദാറ്റ് ഗിവ്സ് മീ മോർ ഫ്രീഡം ടു ചൂസ് ഏത് പ്ലേസിലേക്ക് ഞാൻ പോകണം, എങ്ങനെ പോകണം, എത്ര ദിവസം ഞാൻ എടുക്കണം, ഓരോ സ്ഥലത്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ഇത് നിർബന്ധം ഉണ്ടാവില്ല, എല്ലാവർക്കും ടെമ്പിൾസ് ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് ആവില്ല എല്ലാവരും, അല്ലെങ്കിൽ അങ്ങനത്തെ ചില സ്ഥലങ്ങൾ ദേ മേ നോട്ട് ബി, ചിലപ്പോ എന്താ പറയാ, ചില ഓൾഡ് പ്ലേസസ്. ഫോർ എക്സാമ്പിൾ ഐ വെന്റ് ടു ഹരപ്പൻ കൾച്ചർ, അപ്പൊ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ്, എല്ലാവർക്കും 15 days ഓഫ് കിട്ടണമെന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ പ്രോബ്ലംസ്. അവർക്ക് ചിലപ്പോൾ 15 days ലീവ് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് വെച്ചോ ഐ പ്രിഫർ സോളോ. എന്റെ ടൈമിംഗ് രാവിലെ എനിക്ക് 5 മണിക്കാണെങ്കിൽ വേണമെങ്കിൽ 5 മണിക്ക് എനിക്ക് പുറത്തോട്ട് പോവാം, 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് പോവാം. സോ ദാറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഫ്രീഡം. സോ ദാറ്റ് ഈസ് വൺ തിങ് അബൌട്ട് സോളോ റൈഡ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് എനിക്ക് ഒരിക്കലും ഇത്രയും ഞാൻ ഓടിച്ചിട്ടും, ഞാനിപ്പോ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം തന്നെ മാർച്ചിൽ ഐ വെന്റ് ടു വാരണാസി, അയോധ്യ, പ്രയാഗ്രാജ്, ബോധ്ഗയ, അതും സോളോ ആയിരുന്നു. ആ റൈഡിലോ അല്ലെങ്കിൽ ഉദ്ധംപൂർ ഫസ്റ്റ് റൈഡിലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ റൈഡിൽ, ഇതാണ് എന്റെ 3 മേജർ ലോങ് സോളോ റൈഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് നോട്ട് എ സിംഗിൾ ടൈം, ഒരു പ്രാവശ്യം പോലും എനിക്കൊരു അൺസേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫുൾ ഗിയറിലാണ്, സോ നോബഡി ആക്ച്വലി വിൽ കം ടു നോ, അൺലെസ് ഇപ്പൊ പെട്രോൾ ബങ്കിൽ നമ്മൾ ഹെൽമെറ്റ് എടുത്ത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴാണ് അവർക്കൊരു ഫീമെയിൽ റൈഡറാന്ന് പോലും അറിയാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതിലും ഹോട്ടലെല്ലാം അഴിച്ച് ഹെൽമെറ്റ് ഒക്കെ അഴിച്ച് കഴിയുമ്പോഴാണ് ദേ വിൽ കം ടു നോ ദ ടൈം ഫീമെയിൽ റൈഡർ. അതുവരെ ആർക്കും അറിയില്ല. ഇനി അഥവാ അങ്ങനെ അറിഞ്ഞാലും ഐ പേഴ്സണലി, ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ, മെനി പീപ്പിൾ മേ ഹാവ് അതർ എക്സ്പീരിയൻസസ്, എനിക്ക് അറിയില്ല. ബട്ട് ഫോർ മീ, എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, എനിക്കൊരു ഒരു ടെൻഷൻ വരണതോ സ്ട്രെസ് വരണതോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ ഇപ്പൊ ഞാൻ ലോങ് ടൈം എഗോ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ഹൈദരാബാദിൽ നിന്ന് ഐ തിങ്ക് ഐ വാസ് ഗോയിങ് ടുവേഴ്സ് നാഗ്പൂർ. അപ്പൊ അവിടെ ഒരു എന്റെ കാറ് വന്ന് എന്നെ, ഐ വാസ് ടയർഡ്, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് ഓവർടേക്ക് ചെയ്ത് നിന്നു. അപ്പൊ ദാറ്റ് പേഴ്സൺ കെയിം, ഹി ടോക്ക് ടു മീ and he said, ഞാൻ നിങ്ങളൊരു 100 kilometer ഫോളോ ചെയ്യുന്നു. I said, അങ്ങനെ ഉണ്ടോ? So he said, so I was just following you and just, I think he knew I was a female, I don't, because he didn't seem surprised that I was a female. അപ്പൊ but then he talked to me. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു പേടിപ്പിക്കുന്നതോ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. The only thing is, as a solo rider, you need to be more prepared. For example, എവിടെ നിൽക്കണം, എത്ര ദൂരം ഓടിക്കണം, you have to be aware of what your strengths and weaknesses are. ഇപ്പൊ എനിക്കറിയാം, എനിക്കൊരു 500-600 കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കാന്നുള്ളത്, അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലർ 700 ഉണ്ടാവും. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ രാവിലെ 5 o'clock പുറപ്പെട്ട, ഞാൻ നൈറ്റ് റൈഡിങ് അവോയ്ഡ് ചെയ്യും മോസ്റ്റ്ലി. ഒരു പ്രാവശ്യമായിട്ട് ഞാൻ നൈറ്റ് റൈഡിങ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് അതിന് ചീത്ത കേട്ടിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇനി നൈറ്റ് റൈഡിങ് വേണ്ട ഒറ്റയ്ക്ക് എന്നുള്ളത് പറഞ്ഞു. ദാറ്റ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് ഈസ് എവർ സെഡ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ നൈറ്റ് റൈഡിങ് ഞാൻ അവോയ്ഡ് ചെയ്യും. അപ്പൊ രാവിലെ ഒരു 5-5:30 പുറപ്പെട്ട് കഴിഞ്ഞാൽ ഐ ഗോട്ട് ഓവർ ഡെസ്റ്റിനേഷൻ, അതിപ്പോ 500 കിലോമീറ്റർ ആയാലും 600 കിലോമീറ്റർ ആയാലും ഐ റീച്ച് ബൈ 4 o'clock ആൻഡ് ദെൻ I make sure that it's a safe place. അങ്ങനെ അത്, and everybody knows where I'm staying, ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്, എവിടെയാ താമസിക്കുന്നത്, everybody knows. അങ്ങനത്തെയുള്ള ചില പ്രിക്കോഷൻസ്. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ ഗോ. അവിടെ ഇപ്പൊ ഞാൻ നാഗ്പൂർ ആണെങ്കിൽ നാഗ്പൂരിൽ എന്താ സ്ഥലം ഇല്ലെന്ന് പറഞ്ഞാൽ കണ്ട ഐ വിൽ ഡെഫിനറ്റ്ലി, അത് രാത്രിയായാലും ഞാനൊന്ന് പോയി വരും, അത് എന്തായാലും ഞാൻ ചെയ്യും. പക്ഷെ
just make sure you should be aware of നമ്മൾക്ക് എന്ത് strengths ആണ് weaknesses. ഇപ്പൊ ഓഫ് റോഡ് ആണെങ്കിൽ ഐ എം മോർ കെയർഫുൾ, ഓഫ് റോഡ്സ് ഉണ്ടെങ്കിൽ ഐ എം മോർ കെയർഫുൾ. എനിക്ക് അറിയാം ഹൈവേ അല്ല എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഐ എം മോർ കോഷ്യസ്, ഐ എം മോർ കെയർഫുൾ ഇൻ ടേംസ് ഓഫ് ഹൗ ഐ റൈഡ് ഓർ ഹൗ ഐ ഡു ദാറ്റ്. പക്ഷെ അതർ ദൻ ദാറ്റ് സേഫ്റ്റി ഇഷ്യൂസ് എനിക്ക് പെർസെ ഒട്ടും ഉണ്ടായിട്ടില്ല. ദി ഓൺലി തിങ്, ഇപ്പൊ വാരണാസി റൈഡ് വാസ് സൂപ്പർ കൂൾ. സൂപ്പർ കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയും ഒരു ഇഷ്യൂസും വന്നില്ല, പംകിനും ഒരു ഇഷ്യൂസും വന്നില്ല. ഷി വാസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ഡ്യൂറിങ് ദാറ്റ് റൈഡ്. പക്ഷെ ഗുജറാത്ത് റൈഡിൽ വൺ ഓഫ്, ആസ് യു വർ സെയിങ്, സം there were few incidents that happened. The most stressful was where I lost my phone in the mobile holder no taareke slide idu veenu, and by the time I realized I was right in the middle of the road. appo avudna side ilekku maati njan adu edukkan mumba I actually saw ഒരു കാർ അതിന്റെ മുകളിൽ കൂടെ പോണത്. സോ ദാറ്റ് വാസ് വെരി സ്ട്രെസ്ഫുൾ. സ്ട്രെസ്ഫുൾ ഇൻ ദ സെൻസ് ബിക്കോസ് അത് ഓൾറെഡി ഈവനിങ് ആയിരുന്നു. ഞാൻ അവിടെ എന്തോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും എന്തോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി തിരിച്ചു വരികയായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്രോബ്ലം, ഇപ്പോഴത്തെ പ്രോബ്ലം ഇസ് ദാറ്റ് എല്ലാം ഫോണിന്റെ മുകളിലാണ്. ജിപേ ഇസ് ഓൺ ഫോൺ, മൈ മാപ്സ് ഇസ് ഓൺ ഫോൺ, ഓൾ മൈ ഐറ്റിനറി ഇസ് ഓൺ ഫോൺ. എനിക്ക് നെക്സ്റ്റ് ഡേ ദ്വാരക്ക പോകണമെന്ന് മാത്രം അറിയാം. ഇറ്റ് ഇസ് അറൌണ്ട് 400+ കിലോമീറ്റേഴ്സ്. പക്ഷെ അത് ഞാൻ ഏത് ഹോട്ടലാ താമസിക്കണേ എന്നൊന്നും, നത്തിങ്. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ അടുത്ത് ഒരു ഇൻഫർമേഷനും ഇല്ല, എൻ്റെ അടുത്ത് ജിപേ ഇല്ല. സോ ദാറ്റ് വാസ് എ ലിറ്റിൽ സ്ട്രെസ്ഫുൾ ഫോർ മീ. അത് സോ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഇസ് വേർ യു റിയലി ഹാവ് ടു തിങ്ക് വാട്ട് ടു ഡു. ഗ്രൂപ്പ് ആണെങ്കിൽ എനിക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദർ ഇസ് എ ഗ്രൂപ്പ്, വി ഹാവ് എ കോർഡിനേറ്റർ ഹൂ ഷുഡ് ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് അങ്ങനത്തെ സാധനങ്ങൾ. ബട്ട് നമ്മൾ സോളോ പോകുമ്പോൾ ദോസ് ആർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഷുഡ് റിയലി ലൈക്ക് നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ കുറെ ഡെസിഷൻസ് എടുക്കേണ്ടി വരും. നമ്മൾ ഐറ്റിനറി മാറ്റേണ്ടി വരും ചില സമയത്ത്, ഓർ തിങ്സ് ഹാവ് ടു, ദ റൂട്ട് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള തിങ്സ് യു ഹാവ് ടു ഡിസൈഡ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് സോളോ വരുമ്പോൾ അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദാറ്റ് യു ഷുഡ് ബി റെഡി ഫോർ ബീങ് ഫ്ലെക്സിബിൾ ആവാൻ നമ്മൾ റെഡി ആവണം, എസ്പെഷ്യലി സോളോ ആവുമ്പോൾ. ഗ്രൂപ്പ് ആകുമ്പോൾ ഇറ്റ്സ് ഓൾ ഡിസൈഡഡ്, സോ ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ആൻഡ് വി ഡോണ്ട് ഹാവ് ഇറ്റ്. നമ്മളിങ്ങനെ പിന്നിൽ പോയാൽ മതി, ഒരു സംഭവം പിന്നെ അങ്ങോട്ട് പോയാൽ അവരങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. പക്ഷെ ഗ്രൂപ്പ് ഇസ്, ഐ മീൻ സോളോ ഇസ് നോട്ട് ദാറ്റ് വേ. സോളോ ആകുമ്പോൾ വി ഹാവ് ടു ബി മോർ റെസ്പോൺസിബിൾ, മോർ തിങ്കിങ്, മോർ അങ്ങനത്തെ ഉള്ള ചില ഇത് കൺസേൺസ്. സീമ പറഞ്ഞ പോലെ സീമ ഒത്തിരി ഗ്രൂപ്പ് റൈഡ്സും ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഇടയ്ക്ക് സീമയുടെ അമ്മയെ പില്യനായിട്ട് കൊണ്ടുപോയ റൈഡാണ്. അപ്പം അമ്മ mid-70s ആണ്. അപ്പം സീമ പറഞ്ഞല്ലോ സോളോ ആയിട്ട് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ നോക്കിയാൽ മതി, വേറൊന്നും ആലോചിക്കേണ്ട. ദിസ് ഇസ് സച്ച് മറ്റേ എക്സ്ട്രീം ആയിട്ട് അമ്മയെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതും നമ്മുടെ നാട്ടിലെ mid-70s ഉള്ള അമ്മയെ കൊണ്ടുപോകുന്നു. ആൻഡ് ആ ഒരു അമ്മയുടെ കോൺഫിഡൻസ്, എന്റെ അച്ഛനും അമ്മയും ഇതുവരെ എന്റെ കൂടെ മോട്ടോർ സൈക്കിളിൽ ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പം ഹസ്ബൻഡ് ഇരിക്കും, ചേട്ടൻ തന്നെ കൊച്ചിലെ പഠിപ്പിക്കുന്ന സമയത്ത് ഇരുന്നിട്ടുള്ള, അല്ലാണ്ട് US മോട്ടോർ സൈക്കിളിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ അമ്മയെ പില്യനായിട്ട് കൊണ്ടുപോയി, അതും ഒരു ഇന്റർനാഷണൽ റൈഡ്, നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ അല്ലെ, ഈ 3 സ്ഥലങ്ങളും നിങ്ങൾ കവർ ചെയ്തു. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ്, അല്ലെങ്കിൽ അതിലെ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം? ഷുവർ, ബിക്കോസ് ദാറ്റ്സ് വൺ ഓഫ് മൈ ബെസ്റ്റ് റൈഡ്സ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാണ് ഈ ഒരു റൈഡ്. നോട്ട് ഓൺലി ബിക്കോസ് ഇറ്റ് വാസ് പംകിൻസ് ഫസ്റ്റ് ഇന്റർനാഷണൽ റൈഡ്, ബട്ട് ഓൾസോ ഓഫ് കോഴ്സ് ബിക്കോസ് അമ്മ ജോയിൻ ചെയ്തു എന്നുള്ളത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഹൈദരാബാദിലാണല്ലോ, അമ്മ അച്ഛനെ ഹൈദരാബാദിലാ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പോവും, ഞാൻ ബൈക്കില് പംകിനില് ഹൈദരാബാദ് പോകുമ്പോ അമ്മ വിൽ ഫൈൻഡ് റീസൺസ്. നമുക്ക് അമ്പലം പോവാ, നമുക്ക് ഇവിടെ പോവാ, അങ്ങനെ അമ്മ വിൽ ഫൈൻഡ് റീസൺസ്. ആൻഡ് ഐ ഓൾസോ എൻജോയ് ടേക്കിംഗ് അമ്മേനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ ഈ സിക്കിം, ഭൂട്ടാൻ, നേപ്പാൾ വന്നപ്പോ ഞാൻ ഫായിസിനോടാണ് ആദ്യം ചോദിച്ചത്, ബിക്കോസ് ഹി ഈസ് എ കോർഡിനേറ്റർ. എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടാവില്ല. ഒബ്വിയസ്ലി എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരമായാലും, എസ്പെഷ്യലി ഐ നോ സിക്കിം റോഡ്സ് ആർ ബാഡ്, നേപ്പാൾ റോഡ്സ് ആർ ബാഡ്. ഭൂട്ടാൻ നല്ലതാവുന്ന എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, ബട്ട് ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് സിക്കിം ആൻഡ് നേപ്പാളിന്റെ റോഡ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഫയസിനോട് ചോദിച്ചു, ഫയസ് ഇസ് ആ കോർഡിനേറ്റർ, ഫയസിനോട് ചോദിച്ചു, ഫയസ് ഞാൻ കൊണ്ടുവരട്ടെ അമ്മേനെ? ഫയസ് വാസ് ഇമ്മീഡിയറ്റ്ലി, ആ ചേച്ചി കൊണ്ടുപോകാം, നമുക്ക് അമ്മേനെ കൊണ്ടുപോവാം. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. സോ ഫസ്റ്റ് ഹേർഡിൽ വാസ് ക്രോസ്ഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ വരുമോ ചോദിച്ചു. അമ്മ വാസ് ഇമ്മീഡിയറ്റ്ലി, ഞാൻ വരാലോ എന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ. അമ്മ പറഞ്ഞു, നീ അച്ഛൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അമ്മ നീ അച്ഛനോട് സംസാരിക്കുക പറഞ്ഞു. അപ്പൊ അച്ഛനോട് ഞാൻ സംസാരിച്ചു. അച്ഛൻ ഓൾസോ absolutely no, he was not hesitant at all. അച്ഛൻ പറഞ്ഞു, നീ കൊണ്ടുപോയി പറഞ്ഞു. That really
വാസ് വെരി, എന്താ പറയാ, ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈം ആയിരുന്നു അത്. വെൻ ഹി ഡിഡ്ന്റ് ഈവൻ ക്വസ്റ്റ്യൻ എങ്ങനെ കൊണ്ടുപോകും നീ, എന്താ, ഒന്നുമില്ല, നീ കൊണ്ടേക്കോ, അങ്ങനെയാണ്. സോ ദാറ്റ് വാസ് എ വെരി ഹാപ്പി മൂമെന്റ് ഫോർ മീ. പക്ഷെ ചേച്ചിനെ കൺവിൻസ് ചെയ്യാൻ ഇറ്റ് ടുക്ക് എ ലിറ്റിൽ ടൈം, ബിക്കോസ് ചേച്ചി നോസ്, ചേച്ചി ഈസ് ഓൾസോ ട്രാവലർ, ചേച്ചി ട്രെക്കിംഗ് ചെയ്യുന്ന ആളാണ്. സോ ഷീ ഈസ് ഗോൺ ടു സിക്കിം മെനി ടൈംസ്. അപ്പൊ ചേച്ചിക്ക് അറിയാം സിക്കിം റോഡ്സ് എങ്ങനെയാണെന്നൊക്കെ ചേച്ചിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ചേച്ചി വാസ് വെരി വെരി ഹെസിറ്റന്റ് അറ്റ് ഫസ്റ്റ്. സോ കൺവിൻസിങ് ഹെർ വാസ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് തിങ് ഫോർ മീ. ഏറ്റവും അധികം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ചേച്ചിനെ കൺവിൻസ് ചെയ്ത് എന്റെ സൈഡിലേക്ക് എടുക്കുക എന്നാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 1.5 മാസം ചേച്ചി പറഞ്ഞു, നീ എന്നോട് ഇതിനെ പറ്റി സംസാരിക്കുകയേ വേണ്ട, നീ ബാക്കി എന്തും സംസാരിച്ചോ, ഇതിനെ പറ്റി എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു ഇതിൽ നിന്ന് പതുക്കെ പതുക്കെ നെഗോഷിയേറ്റ് ചെയ്തതാണ് നമ്മള് ഇത്. ബിക്കോസ് ചേച്ചീസ് അപ്രൂവൽ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ. ചേച്ചി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് തുടങ്ങി വെച്ചത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ റാൻഡം, ഇറ്റ് വാസ് നോട്ട് എന്നാ പിന്നെ നാളെ പോവാന്ന്. ഇറ്റ് വാസ് റിയലി ഞങ്ങൾ കുറെ പ്രിപ്പറേഷൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹൈദരാബാദ് പോയി അമ്മേനെ ലോങ് റൈഡ് കൊണ്ടുപോയി. അമ്മ നാട്ടിൽ വന്നപ്പോ അമ്മേനെയും പിന്നെയും വിത്ത് ഓൾ ദ ഗിയർ, ദ പ്രോപ്പർ ഹെൽമെറ്റ്, ദ ഷൂസ്, എല്ലാം ദ വേ ഷീ വുഡ് ബി ഓൺ അറ്റ് ദാറ്റ് ടൈം, അതേപോലെ എന്റെ ബൈക്കിന്റെ മുകളിൽ ആ പാനിയേഴ്സും ടോപ്പ് ബോക്സ് ഒക്കെ വെച്ചിട്ട് വിത്ത് ഹെർ ഹൈഡ്രേഷൻ ബാഗ്, എവറിഥിങ് ഐ വാണ്ടഡ് ടു സീ ഹൗ ഇറ്റ് വിൽ ബി. അങ്ങനെ വെച്ചിട്ട് അമ്മയ്ക്ക് എല്ലാം വാങ്ങി. ഞങ്ങൾ പോയി അമ്മയ്ക്ക് വേണ്ടി എല്ലാം, ബിക്കോസ് അമ്മയ്ക്ക് ഗിയേഴ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അമ്മയ്ക്ക് എല്ലാം ഗിയേഴ്സ് വാങ്ങി അമ്മനെ ഫുൾ റെഡി ആക്കിയിട്ടാണ് ഞങ്ങൾ പോയി. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് കൊണ്ടുപോകാന്നുള്ളതല്ല. ഇത് വാസ് ആക്ച്വലി എ ലോട്ട് ഓഫ് തോട്ട്, ലോട്ട് ഓഫ് പ്രോസസ് ദാറ്റ് വെന്റ് ഇൻടു ഇറ്റ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് നിന്നാണ്. ഞങ്ങളുടെ ഒഫീഷ്യലി റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. അമ്മ പക്ഷെ അമ്മയും എന്റെ വേറൊരു ഫ്രണ്ടും ജോയിൻ ചെയ്ത് സിലിഗുരിയിൽ നിന്നാണ്. സോ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഫ്രം ഹിയർ അല്ല, സിലിഗുരിയിൽ നിന്നാണ് അമ്മ ജോയിൻ ചെയ്തത്. എന്നിട്ട് സിലിഗുരിയിൽ നിന്ന് വി വെന്റ് ടു സിക്കിം, ഗാംഗ്ടോക്ക്, സിക്കിം, അങ്ങനെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുക ചെയ്തത്. ആൻഡ് ദ വേഴ്സ്റ്റ് ഓർ ദി ബെസ്റ്റ് പാർട്ട്, ഐ ഡോണ്ട് നോ, ഇസ് ദാറ്റ് ഞങ്ങൾ എത്തണേന്റെ തലേ ദിവസം സിക്കിമിന്റെ ലാൻഡ് സ്ലൈഡ് ആണ്. സോ ദ നാഷണൽ ഹൈവേ വാസ് ക്ലോസ്ഡ്. അപ്പൊ ആ 4 hours എടുക്കേണ്ട റൈഡ് ഞങ്ങൾ ഒരു 11 മണിക്കൂർ എടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഹോറിബിൾ. റോഡ്സ് വെർ ഹോറിബിൾ. ഇറ്റ് വാസ് വെരി നാരോ, ഫുൾ ഓഫ് ലൈക്ക് ഓഫ് റോഡ്സ് ആൻഡ് കയറ്റം ഇറക്കം. ഇതെല്ലാം ആ 11 മണിക്കൂർ അത് അങ്ങനത്തെ ഒരു ജേർണി ആയിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ അമ്മയും ഞാനും വീണു. പിന്നെ എനിക്ക് സ്ട്രെസ്സായി, ബിക്കോസ് ഒരു ഓഫ് റോഡ് കയറ്റാണ്, ഒരു ഓഫ് റോഡും കയറ്റവും ഫുൾ ബോൾഡേഴ്സ് ഉള്ളതായിട്ടുള്ള ഒരു കയറ്റായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോ അമ്മയും ഞാനും വീണുപോയി. അപ്പൊ പിന്നെ എനിക്ക് സ്ട്രെസ്സായി. അപ്പൊ ഫൈസ് പറഞ്ഞു, ഓഫ് റോഡ് വരുമ്പോ ഫൈസിന്റെ പിന്നിൽ ഇരുന്നോട്ടെ. അത് ഞങ്ങൾ ഓൾറെഡി ആക്ച്വലി പറഞ്ഞു വെച്ചതാട്ടോ എനിക്ക്, ബിക്കോസ് ആസ് ഐ സെഡ് എനിക്ക് ഓഫ് റോഡ് ഭയങ്കര പേടിയാണ്. അപ്പോ ഫൈസ് പറഞ്ഞു, ഇങ്ങനെ ഓഫ് റോഡ് വരുമ്പോ ഞാൻ എന്റെ ബൈക്കിൽ എടുക്കാം, നോർമൽ റോഡ്സ് വരുമ്പോ ചേച്ചി എടുത്തോളൂ. അങ്ങനെയാണ് ഞങ്ങള് അമ്മേനെ കൊണ്ടുപോയത്. ബട്ട് ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, അഫ്കോഴ്സ് മേ ബി ബിക്കോസ് അമ്മയ്ക്ക് 76 years ആണ്. അപ്പൊ അമ്മ ഇസ് ഇൻ ടു യോഗ ഫോർ ദ പാസ്റ്റ് 23 years കണ്ടിന്യൂസ് ആയിട്ട്. അൺലെസ് ഷീ ഈസ് ട്രാവലിംഗ്, ഷീ ഈസ് ഇൻ ടു യോഗ എവറി ഡേ. 2.5 hours അമ്മയ്ക്ക് യോഗയും മെഡിറ്റേഷനും പ്ലസ് ഓൾ ദ ഭാഗവതം, ഭഗവത്ഗീത, ഓൾ ദാറ്റ് ഓഫ് കോഴ്സ് അത് സെക്കൻഡറി ആയിട്ടുള്ള സംഭവമാണ്. ബട്ട് ദിസ് ഇസ് എ പാർട്ട് ഓഫ് എ റൂട്ടീൻ ഫോർ 25 years more around. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, ബട്ട് ഷീ വാസ് ദ മോസ്റ്റ് പോസിറ്റീവ് പേഴ്സൺ. നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ദാറ്റ് വാസ് റിയലി വെരി നൈസ്. ആൻഡ് ഷീ റിയലി എൻജോയ്. അമ്മയ്ക്ക് ഫുഡ് മാത്രം ചെറിയൊരു പ്രോബ്ലം വന്നു, ബിക്കോസ് അവിടെ മോമോസും മാഗി അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ഈ 3. സോ അമ്മ ടേസ്റ്റഡ് മാഗി ഫോർ ദ ഫസ്റ്റ് ടൈം. She refused to go for momos അമ്മ നിർബന്ധിച്ചും കഴിച്ചില്ല. ബ്രെഡ് ഓംലെറ്റ് ഓഫ് കോഴ്സ് അമ്മ കഴിക്കില്ല. അപ്പൊ അങ്ങനെ ദാറ്റ് വാസ് ഐ തിങ്ക് ദി ഓൺലി ഇഷ്യൂ. ബട്ട് ഈവൻ ദാറ്റ് ഷീ വാസ് ഓക്കെ. ഈവൻ ദാറ്റ് അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് നമുക്കൊരു പ്രശ്നമായി, നമ്മ കഴിച്ചില്ലല്ലോ, മാഗി കഴിക്കുന്നില്ലോ എന്നൊരു പ്രശ്നമായിരുന്നു. ബട്ട് അതർ ദൻ ദാറ്റ് ഷീ റിയലി എൻജോയ്ഡ്. ആൻഡ് എസ്പെഷ്യലി ഫൈസിനെ പിന്നാലെ ഇരുന്നപ്പോ അമ്മ വാസ് വെരി ഹാപ്പി. സോ ഐ ടോൾഡ് അമ്മ സ്ഥലം നോക്കിയാൽ മതി, അമ്മ വേറെ ഒന്നും നോക്കണ്ട, അമ്മ ഫൈസിന്റെ പിന്നിലാണ്, ഹീസ് എൻ എക്സ്പെർട്ട്, സോ യു എൻജോയ് ദ വ്യൂ, ബാക്കിയുള്ളത് ഫയർസ് വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് അമ്മേനെ ഞങ്ങള് കൊണ്ടുപോയത്. സോ ദാറ്റ് ഈസ് ഹൗ ദ ഹോൾ തിങ് സ്റ്റാർട്ടഡ്. അങ്ങനെയാണ് ആ ഒരു സംഭവം ഇവിടെ വന്നത്. ദാറ്റ് വാസ് സിക്കിം വാസ് ആക്ച്വലി ഡിഫിക്കൾട്ട്, ബിക്കോസ് അവിടെ ഞാൻ പറഞ്ഞു ഫുൾ ലാൻഡ് സ്ലൈഡ്സും മൊത്തം റോഡ്സ് മോശമായിരുന്നു. നേപ്പാൾ വാസ് ഈവൻ വേഴ്സ്. നേപ്പാളിൽ റോഡ്സ് തന്നെ ഇല്ല. സോ ദാറ്റ് വാസ് ഈവൻ വേഴ്സ്. But Bhutan was very nice. We really enjoyed Bhutan. Amma also, because lovely roads are, lovely people,
It was like, and another thing in this trip was Amma was a taram. അമ്മനെ എവിടെ പോയാലും അമ്മനെ ആൾക്കാർ പൊതിയും, ബിക്കോസ് ഷി വാസ് ഇൻ എ ഫുൾ ഗിയർ, ആ ഫുൾ ഗിയറിലൊക്കെ അല്ലേ. സോ അമ്മ വാസ് എ തര, എവിടെ പോയാലും അമ്മ വാസ് ദി ഹൈലൈറ്റ്. അപ്പൊ അമ്മ കുറെ മലയാളികളെ കാണും, തെലുങ്കുമാര്. അമ്മ ഹാസ് നോ ലാംഗ്വേജ് ബാരിയർ. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, തെലുങ്ക് അറിയാം, തമിഴ് അറിയാം, അപ്പൊ മലയാളം അറിയാം. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് തെലുങ്കന്മാരെ കണ്ടാ തെലുങ്കില് സംസാരിക്കും, കുറെ മലയാളികളെ കണ്ടു ഭൂട്ടാനിൽ പോയപ്പോ. ഓ, ഷീ വാസ് ദ സ്റ്റാർ ഓഫ് ദ, ഈവൻ നൗ ഇപ്പൊ നിങ്ങള് ഇഫ് യു ക്യാൻ ഗോ ഇൻ ടു ഇൻസ്റ്റാഗ്രാമിൽ പോയാലും CRFന്റെ ഇതിൽ പേജിൽ പോയാൽ ഷീ ഈസ് ദ സ്റ്റാർ. ഷീ വാസ് ആൻഡ് ഇസ് ദ സ്റ്റാർ ഓഫ് ദാറ്റ് റൈഡ്. അതെ, ഞാൻ അമ്മയുടെ കുറെ ഇൻസ്റ്റാ വീഡിയോസ് കണ്ടിരുന്നു. വെരി ഇൻസ്പയറിംഗ് ആക്ച്വലി. നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക് കാണാൻ ചാൻസ് കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസ്റ്റയിൽ പോയി കാണും CRF വീഡിയോസ്. വളരെ ഇൻസ്പയറിംഗ് ആണ് ഈ വീഡിയോസ്. എനിക്ക് തന്നെ കണ്ടിട്ട് വളരെ വളരെ ഇൻസ്പിറേഷൻ തോന്നി. സീമയുടെ വീഡിയോസും സീമയുടെ ഫ്രണ്ട്സിന്റെ വീഡിയോസും അമ്മയുടെ വീഡിയോസും എല്ലാം വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ സീമ ആക്ച്വലി ഇപ്പം കുറെ റൈഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒത്തിരി ഒത്തിരി യാത്രകൾ ചെയ്തു ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. ഈ യാത്രകൾ ചെയ്തതോ, യാത്രാനുഭവങ്ങളോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയതോ, വേറെ അമ്മയെ പോലെ ഒരാളെ കൊണ്ടുപോകുന്നതോ, അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതോ, ഇങ്ങനത്തെ ഡിഫറെന്റ് അനുഭവങ്ങൾ കാരണം സീമ എന്ന വ്യക്തി എത്രമാത്രം മാറിയിട്ടുണ്ട്? സീമയ്ക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയതായിട്ട് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടെ സ്ട്രോങ്ങർ മൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് സീമയ്ക്ക് ഇതിൽ മെയിൻ ആയിട്ട് സീമയ്ക്ക് വ്യത്യാസം തോന്നുന്നത്? എനിക്ക് I think one thing that I learned especially after the falls, രണ്ടു പ്രാവശ്യം വീണ് കഴിഞ്ഞ, രണ്ടു പ്രാവശ്യം സർജറി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാവുന്നുണ്ട്. സോ ആ ഒരു ലിമിറ്റേഷൻസിനെ എങ്ങനെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഹൗ ടു ബി മോർ കെയർഫുൾ, അതാണ്. അല്ലാണ്ട് ട്രാവലിംഗ് മുമ്പേ ഞങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ഹൈദരാബാദിലായിരുന്നു, അതിന് മുമ്പ് ഞങ്ങൾ ഫരീദാബാദിലായിരുന്നു. അപ്പൊ അതാവുമ്പോൾ ഞങ്ങൾക്ക് കുറെ ട്രാവലിംഗ് വേണ്ടി വന്നു. ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കും, ഞാനും ചേച്ചിയും, അച്ഛനും അമ്മയും കയറ്റി വിടും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ വയ്യ, പക്ഷെ അന്ന് കാലത്ത് എന്നെയും ചേച്ചീനും ഡയറക്റ്റ് ട്രെയിനായി ഹൈദരാബാദിന് ഡയറക്റ്റ്. പണ്ട് നമുക്ക് ചെന്നൈയിൽ വന്നിട്ട് ഇങ്ങോട്ട് ട്രെയിൻ മാറി വരണോ, അത് കഴിയുമ്പോൾ ദിവസം എ ഡയറക്റ്റ് ട്രെയിൻ. ആ ഡയറക്റ്റ് ട്രെയിൻ ആയപ്പോൾ അമ്മയെങ്കിലും ഞങ്ങളെ കയറ്റിവിട്ട അവിടെ ആരെങ്കിലും പിക്കപ്പ് ചെയ്യാനുണ്ടാവും. അപ്പൊ ട്രാവലിംഗ് വാസ് ആക്ച്വലി ഞങ്ങൾ മുമ്പേ ചെയ്തിട്ടുള്ള സംഭവമാണ്, ഇഷ്ടമുള്ള സംഭവമാണ്, മുമ്പേ ചെയ്തിട്ടുള്ള സംഭവമാണ്. സോ പെർസെ ട്രാവലിംഗ് പെർസെ എനിക്ക് ചേഞ്ചസ് വന്നിട്ടില്ല. ബട്ട് പേഴ്സണലി what I learned is not to hurry, in the sense that is നമ്മൾ ഓരോ എന്താ പറയുക, എസ്പെഷ്യലി സോളോ ജേർണീസിൽ നമ്മൾ പോകുമ്പോൾ, ഇഫ് ഐ സീ സംതിങ് ഐ സ്റ്റാൻഡ് there, I savor it, I see it, I record it. എല്ലാം റെക്കോർഡ് ചെയ്യും ഞാൻ, എല്ലാം എൻ്റെ ഇതിലുണ്ടാവും, ഫോണിലുണ്ടാവും. ഇത് എനിക്ക് എന്ത് സൺസെറ്റ്, സൺറൈസസ്, എനിക്ക് എസ്പെഷ്യലി രാവിലെ നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ നേരെ സൺറൈസ് കാണില്ലേ, അപ്പൊ ആ സൺറൈസ്, അപ്പൊ അങ്ങനത്തെ മൂമെന്റ്സിനെ കുറച്ചുകൂടി സേവർ ചെയ്യാൻ ഉള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു സ്ട്രോങ്ങർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഡിഡ് ഇറ്റ് മേക്ക് മീ സ്ട്രോങ്ങർ or it made me wiser, കുറച്ചുകൂടി വൈസ് ആയിട്ടുണ്ടാവും ഞാൻ, ഇൻ ടേംസ് ഓഫ് റൈഡിങ്, ഇൻ ടേംസ് ഓഫ് എൻജോയിങ് ടു ബി ദാറ്റ് പ്രസന്റ് മൂമെന്റ്, ആ ഒരു മൂമെന്റിൽ ജീവിക്കുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഐ തിങ്ക് ഐ വാസ് ഇപ്പൊ എസ്പെഷ്യലി ഗുജറാത്ത് ട്രിപ്പിൽ ഞാൻ ഇങ്ങനെ പോയി, ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് മൈ ഗുജറാത്ത് ട്രിപ്പ്. ആ സമയത്ത് ഞാൻ ആലോചിച്ചപ്പോ ടു ഹാവ് നോ റിഗ്രറ്റ്സ് എന്നുള്ളത് ഞാൻ ഒരു സംഭവമാണ്. ബിക്കോസ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞത് ഹോൾ അജണ്ട ഓഫ് മൈ ഗുജറാത്ത് ട്രിപ്പ് വാസ് ദ സോൾട്ട് ഡെസേർട്ട്. പക്ഷെ ഞാൻ പോയപ്പോ അവിടെ ഫുൾ വെള്ളമാണ്, സോൾട്ട് ഡെസേർട്ടേ ഇല്ല, അവിടെ ഫുൾ വെള്ളമാണ്. ദർ ഇസ് എ stretch called 31 kilometers ഒരു സ്ട്രെച്ച് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ദി റോഡ് ഓഫ് ഹെവൻ. അതിന്റെ സപ്പോസിഡ്ലി ഈ സമയമാകുമ്പോഴേക്കും രണ്ട് സൈഡും ഇറ്റ് ഷുഡ് ഹാവ് ഡ്രൈഡ് അപ്പ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ബിക്കം എ സോൾട്ട് ഡെസേർട്ട് ഓൺ ബോത്ത് സൈഡ്സ്. അതിന്റെ നടുക്കൂടെ നമ്മൾ ഓടിക്കുന്നത്. പക്ഷെ ഞാൻ പോകുമ്പോ അവിടെ വെള്ളം ഇങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ ഓഷ്യൻ വേർ ഇറ്റ്സ് ഈ വേവ്സ് ലാപ്പ് ചെയ്യണ പോലെ ബോത്ത് സൈഡ്സിൽ ലാപ്പ് ചെയ്യാണ്. സോ ഐ കുഡ് ഹാവ് ബീൻ ഡിസപ്പോയിന്റഡ്. ബട്ട് ഓൺ ദി അതർ സൈഡ് വാട്ട് ഐ സോ വെർ thousands of flamingos, thousands of migratory birds on both sides. Appo there is no point in regret. Idine ഞാൻ പിന്നെ ഒരു ദിവസം പോകും, I should go, I will be going one day to see how to ride across our road to heaven. ഞാൻ ഒന്നുകൂടി ഓടിക്കാൻ പോകുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ ഡു നോട്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. ഞാനിപ്പോ ഗിർ സാങ്ച്വറിയിൽ ഞാൻ ബുക്ക് ചെയ്ത് 2 days ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 days ബുക്ക് ചെയ്തപ്പോ ആണ് അത് റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദാറ്റ് മറ്റേ സഫാരിക്കുള്ളത് ബുക്കിംഗ് ഇല്ല.
സോ ഐ ക്യാൻസൽ ദാറ്റ്. ടീക്കെ നെക്സ്റ്റ് ടൈം. ഇനി എന്തായാലും കുറേയുണ്ട്. ഗുജറാത്ത് എന്ന് ഒരു 10 ദിവസത്തിലും കഴിയുന്ന സംഭവം ഒന്നല്ല. അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇനി കാണാത്ത എത്രയോ സ്ഥലങ്ങൾ. ബട്ട് വാട്ട് ഹാപ്പൻ വാസ് ഐ കുഡ് ആഡ് ഓൺ പാട്ടൺ. ഐ കുഡ് സീ റാണി കി വാവ്, ഐ കുഡ് സീ പോർബന്ദർ. സോ ആ ഇതില്ലെങ്കിൽ ഐ ഗോട്ട് ദാറ്റ്. സോ ആ ഒരു ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ തിങ്ക് ഐ വാസ് ആക്ച്വലി തിങ്കിങ്. ഈ 2-3 days ആയിട്ട് ഞാൻ എന്റെ റൈഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരുമ്പോൾ that is something that, you know, having no regrets. I was very happy with the Gujarat ride. So yeah, I think that is the what I have learned or grown up sort of. എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സീമ പറഞ്ഞത്. അത് എസ്പെഷ്യലി നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്കും അവരവരുടെ ജീവിതം തുടങ്ങുകയാണ്. നമ്മള് കുറെ നാളായി മിഡിൽ ഏജ് ഓർ ഓവർ ദ ഹിൽ ആയവർക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സ്റ്റോപ്പ് ടു സ്മെൽ ദ റോസസ്. എവിടെയാണെങ്കിലും സൺസെറ്റ് കണ്ടാൽ നിർത്തണം. എസ്പെഷ്യലി സോളോ റൈഡ് ആണെങ്കിൽ ആ ഒരു മൂമെന്റ് എൻജോയ് ചെയ്യണം. എൻജോയ് ദ മൂമെന്റ്. അതെനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി കുട്ടികൾക്ക് അവര് ജീവിതം തുടങ്ങുന്ന സമയത്ത് വളരെ വളരെ നല്ലൊരു അഡ്വൈസ് ആണ്. അതുപോലെ ഒരു ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഫ്ലെമിംഗോസ് കാണുന്നു. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഡോണ്ട് എക്സ്പെക്ട് ബട്ട് അക്സെപ്റ്റ് വാട്ട് യു ഗെറ്റ്. നമുക്ക് എന്താണ് കിട്ടുന്നത് അതിൽ സന്തോഷിതരാവുക. അതെനിക്ക് തോന്നുന്നു ഒരു വളരെ വലിയ ലൈഫ് ലെസൺ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾക്ക് എന്താണോ വച്ചിരിക്കുന്നത്, ദൈവമോ യൂണിവേഴ്സ് വാട്ട് എവർ യു കോൾ ഇറ്റ്, നമ്മൾക്ക് കിട്ടുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കുള്ളൂ, മുന്നോട്ട് സക്സസ്ഫുൾ ആകാനൊക്കുള്ളൂ. അത് സീമ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടെഫ് ടീമിലെ ഓരോ യുവ വിദ്യാർത്ഥിനികളും ശരിക്കും മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് കിട്ടുന്നത്, നമ്മൾ കസാട്ട ഐസ്ക്രീം വിചാരിക്കുമ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ കിട്ടുന്നതിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി ബി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് precious that you are here in this moment. And I think the most important thing is it is no regrets. Whatever you have gotten it, you are thankful for it. ഇനി ഒക്കെങ്കിൽ അടുത്തൊരു റൈഡിന് പോകും. That's such an amazing attitude, Seema. So thank you for sharing it. I really hope that നമ്മുടെ ടെഫ് ടീം ഇത് ശരിക്കും നന്നായിട്ട് ഉൾക്കൊള്ളണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. വളരെ നന്നായിട്ടുണ്ട് സീമ. This one thing ഞാൻ സീമ ആക്ച്വലി go ahead. Yes. Just taking from what you said, I always feel very blessed. എനിക്ക് മുമ്പ് തൊട്ടേ ഉണ്ട്. എനിക്കൊരു ഐ എം എ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ഗോഡ് എന്നൊരു ഫീലിംഗ് എനിക്ക് മുമ്പേ. ഫോർ എക്സാമ്പിൾ ദിസ് ദ്വാരക സോമനാഥ് നെവർ കെയിം ഇൻ ടു മൈ ഹെഡ്. ഇറ്റ് നെവർ കെയിം ഇൻ ടു മൈ ഹെഡ്. പക്ഷെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. ആൻഡ് സിമിലർലി ഈവൻ വാരണാസി ഞാൻ എന്താ ഐ റെഡ് എ ബുക്ക്. ഒരു ബുക്ക് കണ്ടപ്പോഴാണ് വാരണാസിന്റെ ഒരു sudden urge, Varanasi ettanam ennallathu oru urge vannathu. It was not for the temple per se. It was something, but ultimately it led to that. Ultimately it led to that temple. Ultimately it even here Dwarka and Vadem, it just happens for me. Enakku eppozhum thonnarundu, enakku eppozhum adu. And again there's one more. I was just talking to one of my cousins about my experiences. Okay, she was saying that, she's the one who used that word actually, Vasudeva Kutumbakam. She was saying you feel that the whole world is your home and you have a very safe space throughout our, and that is what you are getting back. Adana Seemeki Tirchi kittanennu avlu പറഞ്ഞു. I totally resonate with that. I really resonate with that sort of a feeling that the world is good and it is doing good to me. Ennulla feeling എനിക്ക് എപ്പോഴും I mean, I have my ups and downs. Life I have had. It's not that everything has not been obviously hunky dory and happy. I've had my own difficulties. But then, especially now, for the past some years or something, when I started living for myself, that is when I realized that the world is there for me to say. ഒരു safety net ഉണ്ട്. എനിക്ക് എപ്പോഴും ഒരു safety net. As you said, God എന്തൊരു ഉദ്ദേശം നമ്മൾ വെച്ചാൽ ഒരു പവർ, സൂപ്പർ പവർ ആയാലും ഒരു സ്പിരിച്വൽ, whatever it is, whatever you think of that, then it is always there for me. അല്ലെങ്കിൽ എനിക്കിപ്പോ ശരിക്കും ദ്വാരക അവിടെ പോണ്ട വലിയ, it never occurred to me to go there. എനിക്ക് that was never on my agenda. But I had such a beautiful darshan of Somnath. It was amazing. Beautiful darshan എനിക്ക് കിട്ടി. Dwarka also, but Somnath was absolutely beautiful. I mean, actually, I could actually go around thrice, moonu prasham എനിക്ക് darshan, and that people who are standing there are queue
പറഞ്ഞേക്കാൻ വേണ്ടി നിക്കില്ല. അവര് നിക്കണോടത്ത് അവര് പറയാ ദിദി ഫിർസെ ആകെ. അങ്ങനെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഇതായിരുന്നു. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് എനിക്ക് ടു സീമ ഹാവ്. അത് പറഞ്ഞത് വളരെ ഇഷ്ടമായി. ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലും അത് വളരെ സക്സസ് ഓർ കറക്റ്റ് ആണ്. ദാറ്റ് നമ്മളുടെ പോസിറ്റീവ് വൈബ്സ് ദാറ്റ് വി സെൻഡ് ടു ദ യൂണിവേഴ്സ് വി ഗെറ്റ് ഇറ്റ് ബാക്ക് എന്നുള്ളത്. അപ്പൊ സീമയ്ക്ക് ആ വസുദേവായിക കുടുംബം എന്നുള്ള ഒരു ഫീലിംഗ്, ദാറ്റ് എല്ലാവരും നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളപ്പോൾ ആ ഒരു വൈബ് നമുക്ക് തിരിച്ചു കിട്ടും. അത് നമ്മുടെ ഹിന്ദുയിസത്തിലാണെങ്കിൽ നമ്മുടെ സംസ്കാരാസ്, നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പ്രവണതകൾ, അത് നമ്മുടെ തോട്ട്സ് ആണ് വേർഡ്സ് ആവുന്നത്, വേർഡ്സ് ആണ് നമ്മുടെ ആക്ഷൻസ് ആവുന്നത്, ആക്ഷൻസ് ആണ് ഹാബിറ്റ്സ് ആവുന്നത്, ഹാബിറ്റ്സ് ആണ് സംസ്കാരസ് ആവുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും തോറും നമ്മൾ ആ യൂണിവേഴ്സിലേക്ക് പോസിറ്റീവ് വൈബ്സ് അയക്കുമ്പോൾ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓർ to put it another way, ഇപ്പം ഇംഗ്ലീഷിൽ ഓർ വെസ്റ്റേൺ വേൾഡിൽ they call it law of attraction. You know, like attracts like. If you have positive things, you attract positive things. If you give positive things, you attract positive things. And but I think to put it another way, ഇപ്പൊ സീമ പറഞ്ഞ പോലെ I am a blessed child of God. That's so touching actually. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുള്ള, ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യൽ ചൈൽഡ് ആണ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വെദർ ഇറ്റ്സ് എ സോളോ റൈഡ്, വെദർ യു ആർ ടേക്കിംഗ് യുവർ മോം വിത്ത് യു, ഓർ വെദർ യു ആർ ഗോയിങ് ഇൻ എ ഗ്രൂപ്പ്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ക്രക്സ് ദാറ്റ് ഹോപ്പ്ഫുള്ളി ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾ ഇത് എടുക്കണം. കാരണം ഇത് ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഗോഡ് ഗിവ്സ് ആൻഡ് ബി ഓൾവേസ് ബി കോൺഫിഡന്റ് ദാറ്റ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്പെഷ്യൽ ചൈൽഡ് ആണ്. നമ്മൾ യൂണിവേഴ്സിലേക്ക്, നമ്മൾ വേൾഡിലേക്ക് പോസിറ്റീവ് വൈബ്സ് അയക്കുക. നമുക്ക് എന്ത് ബ്ലെസ്സിങ്സ് കിട്ടുന്നോ അത് സന്തോഷമാവുക. അപ്പുറത്തെ ആൾക്ക് അത് കിട്ടി, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളതല്ല, എനിക്ക് കിട്ടിയതിൽ സന്തോഷമാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ കിട്ടും. വസുദേവായിക കുടുംബം, ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു സീമ. ഒരു കാര്യം എനിക്ക് ചോദിക്കണം, ഇപ്പൊ സീമ പറഞ്ഞ ഈ വസുദേവായിക കുടുംബം പോലെ തന്നെ CRF ഞാൻ ഇൻസ്റ്റയിൽ നിങ്ങളെ ഫോളോ ചെയ്തപ്പം വിമൻ ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ആ ഒരു നമ്മുടെ യുവ വിദ്യാർത്ഥിനികളാണല്ലോ നമ്മുടെ മെയിൻ ഓഡിയൻസ്. അപ്പൊ ആ ഒരു സ്ത്രീകളുടെ കമ്മ്യൂണിറ്റി, ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം, സ്ത്രീകളുടെ എനേബിളേഴ്സ് ആയിരിക്കണം. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി എത്രമാത്രം സീമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സീമയ്ക്ക് എത്രമാത്രം അത് മാനസികമായിട്ട് പ്രധാനമുള്ളതാണ്? ട്രിമെൻഡസ് ആയിട്ട് എനിക്ക് ആ ഒരു സപ്പോർട്ട് എനിക്ക്, ബിക്കോസ് ഒരു റീസൺ ഇസ് ബിക്കോസ് ഐ എം ഓൾമോസ്റ്റ് ദെയർ മദേഴ്സ് ഏജ്. മോസ്റ്റ് ഓഫ് ദെം ഒരു അമ്മയുടെ ഏജ് ആണ്. അപ്പൊ എന്നെ അങ്ങനെ കൊണ്ട് നടക്കുക അവര്. എല്ലാ കുട്ടികളും എന്നെ ചേച്ചിന്നാ വിളിക്കുക, ചിലപ്പോൾ ഒരു അമ്മേനെ പോലെയാണ് കൊണ്ട് നടക്കുക എന്നെ. ആൻഡ് ആസ് ഐ സെഡ്, എസ്പെഷ്യലി ഓഫ് റോഡ്സ് വരുമ്പോ they're all there for me. ഇപ്പൊ അമ്മയുടെ കൂടെ പോയാലും ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴായാലും എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഫോർ എക്സാമ്പിൾ ദർ ആർ സം ഓഫ് റോഡ്സ് ഭയങ്കര മോശമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ബ്ലാങ്ക് ഔട്ട് ആവും. സോ ഐ ജസ്റ്റ് സ്റ്റേ. ഞാൻ ഇറക്കില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ചില സമയത്ത് എനിക്ക് വണ്ടി ഇറക്കാൻ പേടിയാണ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്താലും എനിക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പൊ സംബഡി ഹാസ് ടു ബി ദെയർ ഫോർ മീ. സംബഡി വിൽ, ചേച്ചി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ചേച്ചി ഇറങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഇസ് ലൈക്ക് ട്രിമെൻഡസ്. ഞാൻ CRF ജോയിൻ ചെയ്തപ്പോൾ, ദാറ്റ് ഇസ് അറൌണ്ട് 3.5 years ago ഞാൻ ജോയിൻ ചെയ്തപ്പോൾ കുറെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവരെ പിന്നിലാണല്ലോ, ഞാനല്ല, ഈ കുറെ സീനിയേഴ്സ് ഉണ്ട് എന്നെക്കാളും യങ് ആണെങ്കിലും അവരൊക്കെ കുറെ കാലമായിട്ട് ഓടിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരുടെ പിന്നിലാണ് ഞാൻ ഓടിക്കുക. അവരുടെ പിന്നിൽ ഞാൻ ഇങ്ങനെ ഓടിച്ച് അങ്ങനെയാണ് ഞാൻ കുറെ പഠിച്ചത്, എങ്ങനെയാ ഓടിക്കണ്ടേ എന്നുള്ളത്. സോ അങ്ങനെ കുറെ അവരുടെ അടുത്തുനിന്ന് കുറെ പഠിച്ചു, എങ്ങനെ ആസ് എ ടീം എങ്ങനെ പോകണം, ആസ് യുനോ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അതൊക്കെ ഞാൻ അവരുടെ അടുത്താണ് പഠിച്ചേക്കുന്നത്. ആൻഡ് ആസ് ഐ സെഡ്, എസ്പെഷ്യലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ, ആൻഡ് യു സംടൈംസ് നമ്മൾ ഈവൻ എന്താ പറയാ, ഈവൻ ഹൈവേസിൽ നമ്മൾ പോകുമ്പോഴും വി ടെൻഡ് ടു ഗെറ്റ് സോൺ ഔട്ട്. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ബ്ലാങ്ക് ഔട്ട് ആവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ എക്സാമ്പിൾ, എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് എ റൈഡ്, നമ്മൾ ശരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നാവും നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് സോ വി ഹാവ് എ ബ്ലൂ ആർമർ ഉണ്ട്, ഞങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലൂ ആർമർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് we do talk to each other, we motivate, definitely we motivate each other. And
ഈ ഓഫ് റോഡിൽ പോകുമ്പോ ആരെങ്കിലും എന്റെ മുമ്പിൽ ഉണ്ടാവും. അപ്പൊ അവര് പറയും, ചേച്ചി ഈ വഴി എടുത്തോ, ആ വഴി എടുത്തോ, ഇതിൽ കൂടെ വന്നാൽ മതി, അവിടെ വെള്ളമുണ്ട്, ഈ വെള്ളത്തിൽ ഇവിടെ കല്ലാണ്. സോ അങ്ങനെയുള്ള ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു മോറൽ സപ്പോർട്ട് ഇസ്, ആൻഡ് ഐ നീഡ് ഇറ്റ് വെരി മച്ച്, എസ്പെഷ്യലി ഓഫ് റോഡ്സ് വരുമ്പോ എനിക്ക് ആ മോറൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ മുഴുവൻ തളരും. ലഡാക്ക് വുഡ് നോട്ട്. ഈ ജമ്മു ഉധംപൂർ പോയി വന്നു പറഞ്ഞു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ആണ് ഞാൻ വീണത്. ഒരു പ്രാവശ്യം വീണ് കൈ ഫ്രാക്ചർ ആയി. അപ്പൊ ഐ ഡെന്റ് തിങ്ക് ദാറ്റ് ഐ ബി ഏബിൾ ടു റൈഡ് എവർ അഗൈൻ. ഞാൻ ഒരിക്കലും, ബിക്കോസ് റിസ്റ്റ് ആണ് ഇവിടെ, ദിസ് ഇസ് വേർ ഐ ഫ്രാക്ചർഡ് മൈ ഇവിടെ. അപ്പൊ ഐ നെവർ തോട്ട് ഐ ബി ഏബിൾ ടു റൈഡ്. പക്ഷേ ഭയങ്കര ആ സമയത്തും ഒരു ഫിസിയോതെറപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഫൈസ് വിളിച്ചു, ചേച്ചി നമുക്ക് പോവല്ലേ, ഞാൻ ഒക്ടോബറിലാണ് വീണത്, അപ്പൊ എന്നോട് മാർച്ചിൽ മെയില് പോവാണോ പറയുന്നത്. ഞാൻ ഫൈ, എനിക്കൊന്നും പോവാറായിട്ടില്ല, എനിക്ക് അത്രയ്ക്കൊന്നും, ആൻഡ് ഐ നോ ഹൗ ബാഡ് ദ ഓഫ് റോഡ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ചേച്ചി നമുക്ക് പോവാം. അങ്ങനെയാണ്, ദാറ്റ് ഇസ് എ സോർട്ട് ഓഫ് സപ്പോർട്ട് ദാറ്റ് ഐ ഗെറ്റ് ഫ്രോം സിയർ, ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, എസ്പെഷ്യലി ഓൺ ഓഫ് റോഡ്സ്. അല്ലെങ്കിൽ വെൻ ഐ ഗെറ്റ്, it's like up and down. Especially long rides ആകുമ്പോൾ നമ്മള്, I mean, we cannot motivate ourselves all the time. നമുക്ക് ചില സമയത്ത് ups and downs ഉണ്ടാവും. So ആ ups and downs വരുമ്പോ definitely I need support from others. That is what, I mean, I think അത് എല്ലാവർക്കും ഉണ്ട്, but personally for my sake, yeah, അങ്ങനെ. So that way CRF has helped me a lot in terms of how to ride, എങ്ങനെയാ ചെയ്യേണ്ടത്. And now I'm a sort of mentor to many people. So like ഇപ്പൊ ഈ യങ് ഗേൾസ് ഒന്നാമത് അവർക്ക് ലീവ് ഇല്ല, അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെ ലോങ് റൈഡ്സിന് അവർ പോകില്ല. So they all keep asking me, എങ്ങനെയാ പോവാ ചേച്ചി, how do you chart out the itinerary, how do you decide what place to go, and then so I'm a sort of mentor to now to those people. So yeah, it's a proud feeling for me. സീമ ആക്ച്വലി ഇപ്പൊ പറഞ്ഞത് മെന്റർ ചെയ്യണു യങ് ഗേൾസ്, അത് ആക്ച്വലി എനിക്ക് വളരെ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഒത്തിരി സ്ത്രീകൾ, എസ്പെഷ്യലി സ്ത്രീകൾ, പുരുഷന്മാരെ അത്ര അങ്ങനെ ആലോചിക്കാറില്ല, ഓക്കെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞങ്ങ് പോകും. പക്ഷെ എനിക്ക് അറിയാവുന്ന സ്ത്രീകൾ ഇന്ത്യയിലാണെങ്കിലും എബ്രോഡ് ആണെങ്കിലും പലരും നമുക്ക് ലിവ് യുവർ ലൈഫ് ചെയ്യാൻ ഒക്കാത്തത് നമ്മൾ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കാരണമാണ്. അപ്പം അതില് വളരെ ആളുകൾ പറയുന്ന ഒരു റീസൺ ഇസ് പ്രായം. അപ്പൊ അത് ചിലർക്ക് പ്രായ കൂടുതലായിരിക്കാം, ചിലർക്ക് പ്രായ കുറവായിരിക്കാം, അല്ലെങ്കിൽ പ്രായ കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ മിക്കവാറും ഉള്ള ആളുകളുടെ പ്രശ്നം ധാരാളം റെസ്പോൺസിബിലിറ്റി ഉള്ള പ്രായമാണ്. ഐദർ കുട്ടികൾ ചെറുതാണ് അല്ലെങ്കിൽ കുട്ടികൾ വലുതാണ്, ഇപ്പം ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹൗസ്, അങ്ങനെ, ഓർ മൈ കരിയർ, കുട്ടികൾക്ക് അവധി കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പം കരിയറിൽ ഇപ്പം പീക്കാണ്, ഐ കനോട്ട് ടേക്ക് ഓഫ് ഫോർ മോർ ടൈം. അപ്പൊ അങ്ങനെ ആ ഒരു കാരണം കൊണ്ട്, റെസ്പോൺസിബിലിറ്റീസ്, പ്രായം, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഫർഗെറ്റ് റൈഡിങ് ഇറ്റ് സെൽഫ്, റൈഡ് എന്നല്ല, താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, ഒത്തിരി പെൺകുട്ടികളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് സീമയുടെ മെസ്സേജ് എന്താണ്? എങ്ങനെയാണ് ഇത് നമ്മൾ ഓവർകം ചെയ്യാനൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മള് ക്ലീഷയാണ്, എന്നാലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് നമ്മള് ഒരിക്കലും, ഇപ്പൊ യങ് ആണെങ്കിലും ഓഫ് കോഴ്സ് യു ഹാവ് ടു ബി അബവ് 18 ടു റൈഡ്, ആ റൂൾസ് വെച്ച് നോക്കുമ്പോൾ അതർ ദാൻ ദാറ്റ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. സോ ഇഫ് യു ഹാവ് ആ ഒരു മോട്ടീവ്, ബട്ട് യു ഷുഡ് ബി ദാറ്റ് പാഷനേറ്റ്. അത്രയും, അതിപ്പോ ആസ് യു സെഡ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് റൈഡിങ്, ഇറ്റ് കുഡ് ബി അബൌട്ട് എനിത്തിങ്. എന്തായാലും വട്ട് എവർ ഇസ് ദാറ്റ് യു വോണ്ട് ടു ഡു, അതിൽ യു ഷുഡ് ബി റിയലി പാഷനേറ്റ്. ആൻഡ് ദെൻ നമ്മൾ പറയാറില്ലേ, വെള്ളം പോണ വഴിക്ക് ഈവൻ കല്ലും ഇതാവെന്ന് പറയില്ലേ, കല്ലുള്ള ഓൾസോ മോൾഡ് ഇറ്റ് സെൽഫ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ യു ഹാവ് ടു ഹാവ് ദാറ്റ് പാഷൻ. ഇപ്പൊ എനിക്ക് അത്രയും പാഷൻ ഉണ്ട്. ആക്ച്വലി മൈ ഹസ്ബൻഡ് എപ്പോഴും പറയും, ഞാൻ വിചാരിച്ചു നീ 6 മാസം ഓടിക്കും, പിന്നെ ഇറ്റ് വിൽ ഗോ അവേ, ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ് എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഇഫ് യു ഹാവ് ദാറ്റ് പാഷൻ, ആ പാഷൻ ഉണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് എ വേ. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ പേരുണ്ട് വേർ പേരൻസ് ആർ നോട്ട് അലൗവിങ് ദ ഗേൾ ടു റൈഡ്. അപ്പൊ അവര് ആദ്യം നുണ പറഞ്ഞ് അച്ഛനോട് വേറെ ആരെങ്കിലും ബൈക്ക് എടുത്ത് കുറച്ച് ദൂരം പോയി, അത് കഴിഞ്ഞാൽ സ്ലോലി ദേ സ്റ്റാർട്ട് കൺവിൻസിങ് ദെയർ പേരൻസ് ഓൺ. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഹൗ യു ആർ ഏബിൾ ടു കൺവിൻസ് യുവർ പേരൻസ്. എനിക്ക് ഐ എം വെരി ലക്കി ബിക്കോസ് ഐ എം ഓൾറെഡി ഐ വാസ് 49. അപ്പൊ എനിക്ക് ആരെയും പെർമിഷൻ എടുക്കേണ്ട എനിക്ക് ആവശ്യമില്ല ഒന്നിനും. എനിക്ക് ഒരു ചോദിച്ച് അയ്യോ ഞാൻ പോട്ടെ, അതോ ഞാൻ പോയാ എന്താന്ന് എനിക്ക്, ഐ എം വെരി ലക്കി ദാറ്റ് വേ, ബിക്കോസ് മൈ സൺ ഇസ് ഓൾറെഡി വർക്കിംഗ്. അവൻ ബാംഗ്ലൂരാണ്. ഹസ്ബൻഡ് ഇസ് like he's chill about it. ഞാനിപ്പോ എന്ത് ചെയ്യാലും and the best, എനിക്ക് എന്ത് ആൻസർ ഉണ്ടെങ്കിലും he's the one who bought me the bike. ഗിഫ്റ്റ് കിട്ടിയത് മൂപ്പരുടെ അടുത്തുനിന്നാണ്. അപ്പൊ he cannot say much about it. അപ്പൊ the only thing is that you should have that passion to
how എന്നുള്ളത് why നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ how is going to be easier. You have to find a way on how you will go about it. So that is, as I said, it's not about writing, it is about any passion that you have. അത് നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ you will find out a way. If you don't find out a way, it means that you are okay both of it. Yes, I understand. അതിനായിട്ടുള്ള കുറെ ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ ലേഡീസ് ഉണ്ട്, ഗേൾസ് ഉണ്ട് വർക്കിംഗ്. For example, when we went to Nepal, Bhutan also, there was one girl who was working. So they would work at night. അവർ ലോഗിൻ ചെയ്യും, അവർ രാവിലെ 7 മണിക്ക് ലോഗിൻ ചെയ്യും. ഇഫ് ദർ ഇസ് എനിത്തിങ്, ഫോൺ ഉണ്ടല്ലോ, കണക്ട് ചെയ്യും, ഫോൺ കൂടെ കണക്ട് ചെയ്യും. They will start working at night. When we went to Ladakh also, there was one girl who was working throughout. She was working every connectivity indoor. She was able to, I mean, she had something. I'm not very technologically, I'm a little this thing, but she had something where some modem or something where she would, like work from wherever she was. So you will find a way once. Yes, support in Dengal is easier. Because for me, I was very lucky because my parents are very supportive. My sister is supportive. My husband is supportive. My son is the most ardent supporter. Very fan. He's not a fan, but he's an ardent supporter of my this thing. He says, "Amma, എന്താ ചെയ്യേണ്ടച്ചാ ചെയ്യും." That's what he, even when I fell down, he was the first person who said, "Amma, അതിപ്പോ അമ്മ അവിടെ പാല് വാങ്ങാൻ പോകുന്നത് അമ്മ വീണ് പോകില്ല, അതൊന്നും പ്രശ്നമില്ല, അമ്മ ശരിയായിട്ട് അമ്മ ഓടിച്ചോട്ടോ." സോ ദാറ്റ് ഈസ്, ആ ഒരു സപ്പോർട്ട് മതി. ഇപ്പൊ അച്ഛൻ, ഞാൻ പറയാം, അച്ഛൻ, ഞാൻ വീണ് കഴിഞ്ഞപ്പോ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു, "നീ എന്താ പോവാത്ത, റൈഡിന് പോണില്ലേ?" ചോദിച്ചു. അപ്പൊ ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഐ മീൻ, ഇഫ് എനിബഡി ഗെറ്റ്സ് ദാറ്റ് സപ്പോർട്ട്, ഇറ്റ്സ് എ ഹ്യൂജ് ബൂസ്റ്റ്. ഇല്ലാതെ യു വിൽ ഹാവ് ടു ഫൈൻഡ് എ വേ ടു ഗെയിൻ ദെയർ കോൺഫിഡൻസ്. ഇപ്പൊ ഞങ്ങളുടെ CRF ഗേൾസ്, ദേ ഗോ ഫോർ സ്മോൾ റൈഡ്സ്. അങ്ങനെ സ്ലോലി തുടങ്ങിയിട്ട്, ദാറ്റ് ഈസ് ഹൗ യു സോർട്ട് ഓഫ് ഡു ദാറ്റ്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു വർക്ക് ഓൺ ഹൗ മച്ച് യു വാണ്ട് ഇറ്റ്. എത്ര നിങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിന് മുകളിലിരിക്കും. സോ ദാറ്റ് ഈസ് ഹൗ ദാറ്റ് വർക്ക്സ്. എനിക്ക് സീമ പറഞ്ഞതില് ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു, വിച്ച് ഐ തിങ്ക് നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക്, യങ്സ്റ്റേഴ്സിന് അറിയേണ്ട ഒരു കാര്യമാണ്. സീമ പറഞ്ഞു, എനിക്ക് ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ പുരോഗമിച്ചു എങ്കിൽ പോലും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പെർമിഷൻ ആവശ്യമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ, ആൻഡ് ഐ വോണ്ട് ടു സ്ട്രെസ് ദാറ്റ് ഫാക്ട്, തെറ്റിദ്ധാരണ സമൂഹത്തിനുണ്ട്. അപ്പൊ അത് എനിക്ക് സീമ പറഞ്ഞതിൽ വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം എനിക്കാണെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്റെ ഭർത്താവിനോട് ഞാൻ പറയും, പക്ഷെ ഐ എം ലെറ്റിംഗ് ഹിം നോ എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സീമയുടെ പലതരം റോൾസ് ഉണ്ട്. ഈ റൈഡറാണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, മകളാണ്, ഭർത്താവാണ്, അമ്മയാണ്. ഇങ്ങനെ പല റോളിലും നമുക്ക് നമ്മുടെ കൂടെ പാർട്ട്ണർ ആയിട്ടുള്ളത്, വെദർ മകളാവുമ്പം പേരൻസ് ആണെങ്കിലോ, അമ്മയാകുമ്പോൾ മകനാണെങ്കിലോ, ഭാര്യയാകുമ്പോൾ ഭർത്താവാണെങ്കിലോ, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കുമ്പോൾ സ്റ്റുഡൻസും അധ്യാപകരും ബാക്കി കോളേജിലുള്ള ആളുകളും, അവരുടെയൊക്കെ പെർമിഷൻ വേണം നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ എന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലുള്ളത്. അതെനിക്ക് തോന്നുന്നു വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് അത് മാറേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾക്ക് പെർമിഷൻ അല്ല വേണ്ടത്. എനിക്ക് എന്റെ മനസ്സിലെ സ്നേഹം കാരണം ഞാൻ എന്റെ ഭർത്താവിനെയോ എന്റെ പേരൻസിനെയോ അറിയിക്കുന്നു ദാറ്റ് ഐ ആം ഗോയിങ് എന്നുള്ളത്. പക്ഷെ ഇറ്റ്സ് എൻ ഈക്വൽ പാർട്ട്ണർഷിപ്പ്. അപ്പോ ഈ സീമ പറഞ്ഞ പോലെ സീമയ്ക്ക് ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല. അത് ഡെഫിനറ്റ്ലി യങ് സ്റ്റുഡൻസിന്, നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾക്ക് അത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ സ്ത്രീ ആയിട്ട് ജനിച്ചു, അതോ പുരുഷനായിട്ട് ജനിച്ചാലും, പക്ഷെ ഇന്ത്യൻ സമൂഹ സ്ത്രീകളെയാണ് അത് പറയാറ്. സ്ത്രീ ആയിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെയും പെർമിഷൻ ഇല്ല. ഇപ്പൊ സീമ പറയുന്ന പോലെ കൺവിൻസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ദാറ്റ് യു ഹാവ് ടു കൺവിൻസ് യുവർ പേരൻസ്, യു ഹാവ് ടു കൺവിൻസ് യുവർ ഹസ്ബൻഡ് ഓർ യുവർ കിഡ്സ് ദാറ്റ് ഓക്കെ, ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. ആ ഒരു കൺവിൻസ് ചെയ്യാൻ ആവശ്യമാണ്. യു ഹാവ് ടു വർക്ക് ടുവേർഡ്സ് കൺവിൻസിങ്. പക്ഷെ ദാറ്റ് ഷുഡ് കം ഔട്ട് ഓഫ് ലവ്, ബട്ട് നോട്ട് ഔട്ട് ഓഫ് ഫിയർ. അത് എനിക്ക് തോന്നുന്നു യുവ വിദ്യാർത്ഥിനികൾ, നിങ്ങൾ ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം ക്ലെയിം ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്ട് ക്ലെയിം ചെയ്തില്ലെങ്കിൽ ബാക്കി ആരും നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല. സോ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹാസ് ടു ബി യുവർ സെൽഫ്, യുവർ മോസ്റ്റ് റെസ്പെക്റ്റഡ് പേഴ്സൺ ഹാസ് ടു ബി യുവർ സെൽഫ്. ആൻഡ് നമ്മുടെ റെസ്പെക്റ്റിനെയോ നമ്മുടെ അഭിമാനത്തിനെയോ കളഞ്ഞ് നമ്മൾ വേറൊരാൾക്ക് പെർമിഷൻ കൊടുക്കരുത്. സോ താങ്ക് യു ഫോർ പോയിന്റിംഗ് ദാറ്റ് ഔട്ട് സീമ, ദാറ്റ് പെർമിഷൻ വേണ്ടായിരുന്നു എന്നുള്ളത്. This is one more thing that I would add to that. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇപ്പൊ ആസ് ഐ സെഡ്, നോട്ട് ടേക്കിംഗ് പെർമിഷൻ ഓർ ഡൂയിങ് വാട്ട്, ഇറ്റ് ബ്രിങ്സ് മീ ഹാപ്പിനെസ്. ആൻഡ് നമ്മൾ ഹാപ്പി ആയാലേ നമ്മൾ ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റൂ. അൺലെസ് യു ആർ ഹാപ്പി, നോട്ട് ഗിവ് ടു അതേഴ്സ്.
So that is something that is more important. നമ്മളൊരു കാര്യം, for example, when I go for ride, when I ഇപ്പൊ ഗുജറാത്ത്, even a small ride, ഇപ്പൊ ഞാൻ ഇന്നലെ തൃശ്ശൂർ പോയി വന്നു, that was a very small ride, but just it took me 2 hours to go to തൃശ്ശൂരിലേക്ക്. പക്ഷെ even in that 2 hours was a very happy feeling for me, like I'm doing it for myself, so that brings a lot of happiness. Our happiness is what I am able to give out to the world also. So I think that is one more thing that matters to me, is to make myself happy. It's not, I'm not ബാക്കിയുള്ളവര് എന്ത് വിചാരിക്കും എന്ത് ചെയ്യും എന്നുള്ളത്, that is their problem. എനിക്ക് സത്യം പറഞ്ഞാൽ that doesn't bother me at all. I mean, there are many people who ask me, how does your husband manage? നിങ്ങൾ ഒരു മാസം ലഡാക്ക് and all, it was a 1 month trip. So 1 month trip പോയാ, how do you leave your husband? I said he manages. I mean, he can live on, he can make his own food, he does things on his own. So he doesn't, I mean, we are at an age where we should really not bother as to what people are saying in the alkar. It really doesn't bother me. ചോദിക്കുന്നവരുണ്ടാവും, ആലോചിക്കുന്നവരുണ്ടാവും, but that is actually their problem. That is not, I do not even consider that as my problem. അതിന്റെ റഡാറിൽ വരില്ല. That doesn't come into my radar. Seriously, it doesn't at all, as to what people are going to think or what they are going to, even if they ask, I very politely answer that he manages very well. Actually, he manages very well without me. So it is. But as I said, I'm very blessed in the sense that if had I done this maybe when I was in my 20s and 30s, maybe situation would have been different, because I had my school. Now how I manage my school, I mean, I was associated with the school. I'm a special educator. So I was working in a school, but traveling alone, I actually resigned from the school. I school resigned. I tried to open something with a friend of mine so that I can have more freedom to do, because traveling is tiring. I wanted to do something with my time. That's the reason why I started that. So, but then COVID struck and all things all went haywire. So now what is happening is the kids come to my home and I do individual sessions with them. And I manage my finances. The only need for my money is for my trips. I mean, I don't need to spend much. I don't spend anything much on anything. And my husband will take care. So all my money is for my, but I try to make sure that that is a hobby that I'll try to bring only my paisa ഉണ്ടാക്കണതൊക്കെ അതിനുള്ളത് ആണ് എന്നുള്ള ഒരു. So all my trips are self-sponsored. Unnum are sponsor India. So they're all self-sponsored. So that is how I manage my sort of this. And I love teaching children. I love teaching special children. They are my, I don't know, it's an absolutely beautiful feeling. I've been doing for the past 30 years. So that's an absolutely beautiful feeling. അത് ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ്, എൻ്റെ 3ാം ക്ലാസ്സിൽ വന്ന കുട്ടി ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു, 12th കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. And recently, 1 month before work ചെയ്ത് തുടങ്ങി. So that is അങ്ങനത്തെ ഓരോ, that is a big achievement. Not even the big, even small achievements എനിക്ക് കിട്ടുമ്പോൾ it's like a very happy feeling. So as I said, it's all a very happy, even this thing wise, it's a very happy thing for me. Yeah. Professionally also, yeah, again, professional, it was a chosen profession. ഞാൻ കണ്ടെടുത്തൊരു പ്രൊഫഷനാണ്. It's nobody, of course, nobody can impose special education on anybody. So special education has to come from this thing. So again, I was very lucky that I could get into, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. I think I was in my 4th or 5th പണ്ട്, I don't know whether you are there at that time, but നമ്മുടെ DD-ല് there was ദൂരദർശനില് there was a program, UGC-ന്റെ ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതില് when I was in my 4th or 5th ഞാൻ ഒരു പ്രോഗ്രാം കണ്ടതാ, സ്പെഷ്യൽ കിഡ്സിന്റെ ഒരു പ്രോഗ്രാം കണ്ടപ്പോ, സ്പാസ്റ്റിക്. അന്ന് ഇറ്റ് വാസ് ഓൺ സെറിബ്രൽ പാൾസി. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ്. സെറിബ്രൽ പാൾസി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്താന്നുള്ളത്. പക്ഷെ ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് സംതിങ് ഷിഫ്റ്റഡ് ഇൻ മീ. ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് when I was in grade 4 or 5. ആ ടൈമില്. And then I started, there was a child who stayed near our house. അപ്പൊ അവളായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അച്ഛൻ നിർബന്ധിച്ച് എന്നെ ഒരു ഡിഗ്രി ഒക്കെ പറഞ്ഞയച്ചു. പക്ഷെ അത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് അച്ഛന് മനസ്സിലായി ഇവിടെ പാസ് പോലും ആവില്ല. He put me into maths, physics, chemistry in Hyderabad in St. Francis College. But then first year കഴിഞ്ഞപ്പോ it was like I barely passed any of the exams. അപ്പൊ അങ്ങനെ അച്ഛന് മനസ്സിലായി ഇവള് എന്തായാലും ചെയ്യില്ല എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ, so I got off from there and I got into the field. So now for 30 years, more than 30 years, I've been in the field and very happy. Still very happy just to teach children. It's a very, very happy feeling.
എനിക്ക് സീമ പറഞ്ഞതിന് കുറെ ഇമ്പോർട്ടന്റ് ടേക്ക് അവേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് ഐ വോണ്ട് ടു ഷെയർ വിത്ത് നമ്മുടെ ഓഡിയൻസ്. അതിൽ എനിക്ക് സീമ പറഞ്ഞതിൽ വളരെ തോന്നിയ ഒരു കാര്യം, ദാറ്റ് യു ആർ പാഷനേറ്റ് അബൌട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് യു ആർ പാഷനേറ്റ് അബൌട്ട് റൈഡിങ്. സോ ഇഫ് യു റിയലി പാഷനേറ്റ് അബൌട്ട് സംതിങ് യു വിൽ ഫൈൻഡ് എ വേ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്താലും ആ പാഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സീമ പറഞ്ഞു, സീമയെടുത്ത് പലരും ചോദിക്കും ഭർത്താവ് എങ്ങനെ ഒരു മാസം മാനേജ് ചെയ്യും, പക്ഷെ ദാറ്റ് ഇസ് ഹിസ് പ്രോബ്ലം നോട്ട് മൈ പ്രോബ്ലം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രായപൂർത്തിയായ പുരുഷന് ഒരു മാസം തന്നെത്താനെ മാനേജ് ചെയ്യാൻ അതെ ഒത്തില്ലെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഹിസ് പ്രോബ്ലം. അതെ അല്ലാതെ നമ്മള് സ്ത്രീകളായിട്ട് യു ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഇറ്റ്സ് എൻ അഡൾട്ട്. സോ അത് വളരെ കഷ്ടമാണ്. ഒരു അഡൾട്ടിനെ തന്നെത്താനെ മാനേജ് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ നമ്മൾ സൊസൈറ്റി ആയിട്ട് വി ആർ ഡൂയിങ് സംതിങ് റോങ്. സോ ഐ റിയലി ലവ് ദാറ്റ് യു സെഡ് ദാറ്റ് എന്നുള്ളത്. പിന്നെ സീമ പറഞ്ഞ ഒരു കാര്യം, സീമ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴും ഈ സീമ യു വിൽ ഹാവ് ടു അഡ്ജസ്റ്റ് സംടൈംസ്. ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ, ഇപ്പം സീമയ്ക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇസ് എ പാഷൻ, അത് കാരണം ചിലപ്പം അതനുസരിച്ച് ഇപ്പൊ സീമയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതെന്ന് മാറി യു ഫൗണ്ട് എ ഡിഫറെന്റ് വേ. അപ്പം അതെനിക്ക് തോന്നും ലൈഫിൽ പലതവണയും നമ്മൾക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഉൾവിളിയോ ഇൻറ്റ്യൂഷനോ വല്ലതും ആയിരിക്കും. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പാത്ത് മാത്രമല്ല എന്ന് യുവ വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ദർ ആർ ഡിഫറെന്റ് വേസ് ടു ഗെറ്റ് വാട്ട് യു വാണ്ട്. യു ഹാവ് ടു റിയലി ഫൈൻഡ് ദാറ്റ് ഔട്ട്. എങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് നമുക്കത്, യു ക്യാൻ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്, യു കനോട്ട് പ്രോബ്ലി ഹാവ് ഇറ്റ് ഓൾ. പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ നോക്കും. പക്ഷെ വി നീഡ് ടു ബി ഫ്ലെക്സിബിൾ. എന്നിട്ട് നമുക്കത് അത് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് സീമ പറഞ്ഞതിൽ തോന്നിയത്, യു മാനേജ് യുവർ ഫൈനാൻസസ്. യു ആർ നോട്ട്, നോബഡി എൽസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ യുവർ ഫൈനാൻസസ്. അത് നമ്മുടെ ഓരോ യുവ വിദ്യാർത്ഥിനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇന്നത്തെ സമൂഹത്തില് ഏതൊരു സ്ത്രീക്കും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. യു നീഡ് ടു ബി കേപ്പബിൾ ഓഫ് മാനേജിങ് യുവർ ഫൈനാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യലി ശമ്പളം വാങ്ങണം, ഏൺ ചെയ്യണം എന്ന് മാത്രമല്ല, ഫൈനാൻഷ്യലി സാവി ആയിരിക്കണം. കുറച്ച് ഫൈനാൻഷ്യൽ നോളജ് വേണം. നമ്മൾ വാങ്ങുന്ന, നമ്മൾ ഏൺ ചെയ്യുന്ന കാശ് നമുക്ക് മാനേജ് ചെയ്ത് യു നീഡ് ടു മേക്ക് ദ മണി വർക്ക് ഫോർ യു. അത് എങ്ങനെയാണ് നമുക്ക് ബാങ്കിൽ ഇടുന്ന അല്ലാതെ മണി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആ രൂപയെ കൊണ്ട് കൂടുതൽ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കാം എന്നുള്ള ആ ഒരു നോളജ് മാനേജ് ചെയ്യുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂൾസിലും കോളേജസിലും ഫൈനാൻഷ്യൽ നോളജ് പഠിപ്പിക്കാറില്ല. പക്ഷെ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ യുവ വിദ്യാർത്ഥിനികൾ അതും കൂടെ ഈ സീമയുടെ ടോക്കിൽ നിന്ന് എടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. സീമ, നമ്മള് വാചകം അടിച്ച് ഇനി എനിക്ക് തോന്നുന്നു ഐ റിയലി വുഡ് ലവ് ടു ടോക്ക് മോർ വിത്ത് യു. പക്ഷെ നമ്മുടെ സമയം തീർന്നു പോയി. പക്ഷെ ശരിക്കും പോയത് തന്നെ അറിഞ്ഞില്ല, സമയം പോയത് തന്നെ അറിഞ്ഞില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നമ്മുടെ ഇവിടെ വന്ന് ടെഫിന്റെ എംപവർ ഫൗണ്ടേഷന്റെ കുട്ടികൾക്ക് വേണ്ടി ഈ സമയം സ്പെൻഡ് ചെയ്തതിന് മെന്റേഴ്സിനും സ്പോൺസേഴ്സിനും നമ്മുടെ ടെഫ് ട്രയോയിന്റെ വകയും എന്റെ സ്വന്തം വകയായിട്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് സീമ, യു ദിസ് സോ വാസ് എൻ മച്ച് ഫോർ അബ്സല്യൂട്ട്ലി ഹാവിംഗ് വണ്ടർഫുൾ സെഷൻ. താങ്ക് യു. പിന്നെ താങ്ക് യു. ടെഫ് ടീമിനും ടെഫിലെ എല്ലാ യുവ വിദ്യാർത്ഥിനികൾക്കും വളരെയധികം നല്ല കാര്യങ്ങൾ നടക്കട്ടെ, വളരെ വളരെ ഉന്നതി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ടെഫ് ടീമിനും ടെഫിലെ നമ്മുടെ വളരെ പ്രിയങ്കരമായ ടെഫ് ട്രയോയ്ക്കും ടെഫിലെ എല്ലാ മെന്റേഴ്സിനും എല്ലാ സ്പോൺസേഴ്സിനും എൻറ്റയർ ടീമിനും നന്ദി പറയുന്നു. നമ്മുടെ ടെഫ് ടെക്നിക്കൽ സപ്പോർട്ട് രാഹുലിനും നന്ദി പറയുന്നു. താങ്ക് യു എവറിബഡി. And we will be back again for another wonderful, inspiring TEF Talk series. Bye bye.